Hi all, good evening. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഷബ്ന സുൽത്താൻ. തൃശ്ശൂർ കുന്നംകുളത്താണ് വീട് വരുന്നത്. ഞാൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ ടീം ചെയ്യുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ചാല് ലിസണിങ്, ഹീലിംഗ്, എംപവർമെന്റ് പ്രോഗ്രാമുകള്, അതുപോലെ കൗൺസിലിംഗ്, കോച്ചിങ് ഒക്കെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു റീൽ ഇട്ടത് കൊണ്ടാണ് കുറേ ആളുകൾ കണക്ട് ചെയ്ത് നമുക്ക് റീകണക്ട് ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ ഒരുപാട് എൻക്വയറീസ് വന്ന്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരേപോലെ വേദനിക്കുന്ന അല്ലെങ്കിൽ ഒരേ പെയിനിലൂടെ പോകുന്ന എല്ലാവർക്കുമായിട്ട് ഇങ്ങനെ ഒരു സെഷൻ വെക്കാന്ന് കരുതിയിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാല് എല്ലാവരുടെ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാകുന്ന മിക്കപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ് റിലേഷൻഷിപ്പിലാകുന്നതും അവിടെ നിന്ന് നമുക്ക് ബ്രേക്ക് ആവുന്നതും ചലഞ്ചസും എല്ലാം തന്നെ. പക്ഷെ അതുകൊണ്ട് ഒരാളും തന്നെ ഒരു ഹെൽപ്പ് ഇല്ലാത്തത് കൊണ്ട് സൂയിസൈഡ് ചെയ്യരുത്. മറ്റൊരു കാര്യം, ഒരാളോട് തുറന്ന് സംസാരിക്കാൻ ഇല്ലാത്തത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു ഒരു നഷ്ടവും ഉണ്ടാവരുത്. അഡിക്ഷനിലോട്ട് പോകരുത്, ഡീപ്പായിട്ട് ഡിപ്രഷനിലോട്ട് പോകരുത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തത്, അങ്ങനെ ഒരു ആശയത്തില്. ഓക്കെ, അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളെയും നിങ്ങൾക്ക് എന്നെയും ഒക്കെ കാണാൻ സാധിച്ചത്. എനിക്ക് ആദ്യമേ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ എന്നോട് റെസ്പോൺസ് ചെയ്യണം. ഈവൻ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം. ഓക്കെ ആണോ? യെസ് ഓർ നോ? ആണോ? യെസ് ഓർ നോ? ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോ എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ഒരുപാട് പേര് നമ്മുടെ സെഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഒരുപാട് പേരുണ്ട്. ഇവിടെ അതിൽ നിന്ന് കുറച്ച് പേരാണ് സെഷനിലോട്ട് വന്നിട്ടുള്ളത്. വ്യത്യസ്ത രീതിയിൽ പെയിൻ അനുഭവിക്കുന്നവരാണ് നമ്മളുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ളത്. അപ്പൊ ആദ്യം നിങ്ങൾ റിയലൈസ് ചെയ്യേണ്ടത്, നിങ്ങളൊരു പെയിനിലാണോ ഉള്ളത്? ഇപ്പോ നിങ്ങൾക്ക് ഒരു പെയിൻ ഉണ്ടോ? യെസ് ഓർ നോ? ഇപ്പൊ നിങ്ങൾക്കൊരു പെയിൻ ഉണ്ടോ? യെസ്. ഇനി ആ പെയിനെയാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഏത് ടൈപ്പ് ഓഫ് പെയിൻ ആണ് നമ്മൾ അനുഭവിക്കുന്നത് എന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിൽ പെന്നും ഒരു പേപ്പറും വേണം, അത് മസ്റ്റ് ആണ്. അത് എനിക്ക് കാണിച്ചു തരാനുള്ളതല്ല, നിങ്ങൾക്ക് ഇന്ന് ഇന്ന് തന്നെ നിങ്ങൾ അനുഭവിക്കുന്ന വേദനയുടെ ഒരു ഭാഗം കുറക്കാൻ കൂടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ഇന്ന് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. ക്ലിയർ? അപ്പോ ആദ്യം വേണ്ടത്, ഇപ്പൊ നമ്മള് പെയിനിലാണ്. പെയിൻ എങ്ങനെയാ വരുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഒരാളെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അയാളെ മാത്രല്ല, കോളുകള്, മെസ്സേജ്, ഗുഡ് മോർണിംഗ്, ആ ഓർമ്മകള്, കേട്ട പാട്ടുകള്, പോയ സ്ഥലങ്ങള്, അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഇപ്പോൾ ഉള്ള ആ ഒരു ശൂന്യത, നഷ്ടപ്പെടല്, കുറെ കാര്യങ്ങൾ നമ്മളിപ്പോ പെയിനിലൂടെ കടത്തി വിടുന്നുണ്ടായിരിക്കാം. എനിക്ക് ചോദിക്കാനുള്ളത്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഏത് അവസ്ഥയിലാണ് എന്ന് റിയലൈസ് ചെയ്യുക. നമ്പർ മാത്രം ഓർത്താൽ മതി. ആ നമ്പർ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇടാം. നമ്പർ 1, അതായത് നമ്മളെ പാർട്ട്ണർ നമ്മളെ വിട്ട് പോയിരിക്കുന്നു. അവര് വേറെ റിലേഷൻഷിപ്പിലോട്ടോ ബ്രേക്കപ്പിലോട്ടോ ആയിട്ട് പോയിട്ടുണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ മാത്രമേ ഉള്ളൂ. അയാളെ നമുക്ക് മറക്കണം. അതാണ് 1. ഓക്കെ, ക്ലിയർ? അയാൾ പോയി, ഇനി വരില്ല. പക്ഷെ ആ ഓർമ്മകൾ എന്നെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. എനിക്കൊന്നും മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഭയങ്കര സ്ട്രെസ്സാണ്. എനിക്ക് ഹാർട്ടിന്റെ ഇവിടെ ഒരു പെയിൻ ഉണ്ട്. എനിക്ക് മറ്റുള്ളവരെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റുന്നില്ല. ആളുകളുടെ ഇടയ്ക്ക് പോകാൻ പറ്റുന്നില്ല. എനിക്ക് കോൺഫിഡൻസ് ഇല്ല. എന്റെ കരിയർ ബ്ലോക്കാണ്. അങ്ങനെ ആള് പോയിട്ടുണ്ട്. എനിക്ക് അയാളെ മറക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ്. അതാണ് കാറ്റഗറി നമ്പർ 1. ഇനി 2 എന്താന്ന് വെച്ചാല്, അവളോർ അവന് ഇപ്പൊ എന്റെ അടുത്തില്ല, പക്ഷെ ബ്രേക്ക് ആയിട്ടുണ്ട്. പക്ഷെ തിരിച്ചു വന്നേ മതിയാകൂ. തിരിച്ചു വന്നാലേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. തിരിച്ചു വരണം, തിരിച്ചു വരണം, തിരിച്ചു വരണം. ഇത് മാത്രം ചിന്തിക്കുന്ന, തിരിച്ചു വന്നാൽ മാത്രമേ ജീവിതത്തിൽ ഹോപ്പ് ഉള്ളൂ എന്ന് കരുതുന്ന ആ, ഇതാണ് എങ്കിൽ 2. ഓക്കെ, ഈ നമ്പർ മറക്കരുത്. 2. ക്ലിയർ? 3 എന്താന്ന് വെച്ചാല്, അമിതമായിട്ടുള്ള ദേഷ്യമാണ്. എല്ലാത്തിനോടും ദേഷ്യം, എന്നോടും ദേഷ്യം, പോയവരോടും ദേഷ്യം, എല്ലാത്തിനോടും ദേഷ്യം. ഓക്കെ, ആ ദേഷ്യം കാരണം അല്ലെങ്കിൽ സ്പീഡിൽ വണ്ടി ഓടിക്കുക, അല്ലെങ്കിൽ എല്ലാം ഒരു റിവഞ്ച് ആയിട്ട് ചെയ്യാം. നമ്മളെ തന്നെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യുക, ബുദ്ധിമുട്ടിക്കുക, പെയിനിലൂടെ കടത്തിവിടുക. ഇവൻ ലഹരി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഭയങ്കര ദേഷ്യം തീർത്തുകൊണ്ടേയിരിക്കുക.
അപ്പോഴാണ് നമ്മുടെ പാരൻസിന് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റേഴ്സിന് നമ്മുടെ ഫ്രണ്ട്സിനേറ്റൊക്കെ നമ്മൾ ഡിസ്കണക്ട് ആവുന്ന ആ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ. ഫോർത്ത് നമ്പർ മറക്കരുത് കേട്ടോ. 4 കാറ്റഗറി എന്ന് പറയുന്നത് 4ാമത്തെ കാറ്റഗറി ബ്ലാങ്ക് ആണ്. എന്താ എനിക്ക് ഒന്നും അറിയില്ല. എനിക്ക് തീരുമാനം എടുക്കാനും അറിയില്ല. ഇനി മുന്നോട്ട് പോകേണ്ടതും കഴിഞ്ഞതിനെ കുറിച്ചിട്ടൊന്നും എനിക്ക് അറിയില്ല. ഞാൻ മൊത്തത്തിൽ സ്റ്റക്കാണ്, ബ്ലാങ്ക് ആണ്. ഓക്കെ. അത് നമ്പർ 4 ആണ്. ക്ലിയർ? നമ്പർ 4. നമ്പർ 5 എന്താന്ന് വെച്ചാല് ഗിൽറ്റ്. അതായത് വേണ്ടിയിരുന്നില്ല. എന്തിനാ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തേ? എന്റെ സമയം നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഞാൻ കാരണമാണോ ഇനിയിപ്പോ അവള് പോയിട്ടുണ്ടാവുക? എന്റെ ഭാഗത്ത് പ്രശ്നം ഉണ്ടായിരിക്കോ? അവൻ പോയിട്ടുണ്ടാവാം. അതുണ്ടായിരിക്കും. അതിനോടൊപ്പം തന്നെ നമുക്കൊരു കുറ്റബോധം ഉണ്ടായിരിക്കും. എനിക്കിതൊന്നും വേണ്ടിയിരുന്നില്ല. റോങ് ചോയ്സ് ആയിരുന്നു. ഇപ്പൊ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ള തോന്നലുണ്ടെങ്കിൽ 5 ആണ്. ലാസ്റ്റ് വൺ. ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ആവട്ടെ. എനിക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോയേ മതിയാകൂ. ഇതൊക്കെ എന്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. സ്വാഭാവികമാണ്. പക്ഷെ എനിക്ക് ഇനിയും ഇങ്ങനെ ഈ പെയിനിൽ തന്നെ നിൽക്കാൻ പറ്റില്ല. എനിക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് എങ്ങനെയാണെങ്കിലും നെക്സ്റ്റ് സ്റ്റെപ്പിൽ പോയിട്ട് എനിക്കിതൊക്കെ റിയലൈസ് ചെയ്ത് കുറെ കാര്യങ്ങൾ ഈ പെയിനും കാര്യങ്ങളൊക്കെ മറന്നിട്ട് എനിക്ക് മുന്നോട്ട് വിജയിച്ച് ജീവിച്ച് മുന്നോട്ട് പോകണം. ഓക്കെ. നിങ്ങളെ നമ്പർ ഏതാണെന്ന് കമന്റ് ബോക്സിൽ ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. എന്താണ് നിങ്ങളുടെ നമ്പർ എന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ. 4, 5, 6. 1 മിനിറ്റ്. ആർക്കൊക്കെയോ ഗ്രൂപ്പിൽ നിന്ന് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു 6. ഓക്കെ. 4, 5, 6, 2, 6, 2, 4. രണ്ട് നമ്പർ ഇടിച്ചിൽ അങ്ങനെ ആവാട്ടോ. ഓക്കെ. ഇതില് 2 മാത്രം നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? 2 മാത്രം. ഇനി അവള് വന്നാലേ അല്ലെങ്കിൽ അവൻ വന്നാൽ മാത്രമേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഒരു സ്റ്റെപ്പ് എടുക്കാൻ എനിക്ക് പറ്റില്ല എന്ന് കരുതുന്ന ആരെങ്കിലും ഉണ്ടോ? വരില്ല എന്ന് ഉറപ്പാണ്. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ കാര്യത്തിലോട്ട് കടക്കുകയാണ്. എന്താണ്? ഓക്കെ. ഓക്കെ. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യം കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പ്ലസ് ഉണ്ടായിട്ടുള്ളത്? ജീവിതത്തിൽ പ്ലസ് ഒക്കെ എന്തൊക്കെയാ ഉണ്ടായിട്ടുള്ളത്? കുറെ സന്തോഷം ഉണ്ടായിരിക്കും, കുറെ നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ പ്ലസ് ആണോ കൂടുതൽ ഉണ്ടായിട്ടുള്ളത്, അതോ വേദനകളാണോ കൂടുതൽ ഉണ്ടായിട്ടുള്ളത്? പ്ലസ് ആണോ അതോ നെഗറ്റീവ് ആണോ കൂടുതൽ ഉണ്ടായിട്ടുള്ളത്? പ്ലസ്. ഓക്കെ. ബോത്ത് രണ്ടും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്, നമ്മൾ റിയാലിറ്റി മനസ്സിലാക്കാണ്. പ്ലസ് നമ്മൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇപ്പോഴും വേദനിക്കുന്നത്. പെയിൻ എന്നുള്ളൊരു പെയിൻ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു സ്ട്രെങ്തനാണ്, ഇതൊരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് ആണ്. ഇട്ടിട്ട് പോയവർക്ക് ചിലപ്പോൾ ഇത്ര പെയിൻ ഉണ്ടാവില്ല. കാരണം നമ്മളാണ് ഇവിടെ വേദനിക്കുന്നത്. സ്നേഹിച്ചത് ഒരു പക്ഷെ നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ കൂടുതൽ സ്വപ്നം കണ്ടതിലും പരിഗണിച്ചതിലും ഒക്കെ കൂടുതൽ ഉണ്ടായിരിക്കാം. ഓക്കെ. വേദന ഏറ്റവും കൂടുതൽ ഈ ആൾക്കായിരിക്കും ഉണ്ടാവുക. ക്ലിയർ? വേദനിക്കുന്ന ആൾക്ക് മാത്രമേ മാറാൻ സാധിക്കുള്ളൂ. ഓക്കെ.
നിങ്ങൾ വേദനിക്കുന്നുണ്ടെങ്കിൽ ഈ വേദനയോട് കൂടിയിട്ട് തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ആ ഒരാൾ തിരിച്ചു വന്നാൽ മാത്രമേ ജീവിക്കുള്ളൂ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉള്ള ആ ഒരു ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പ്രാർത്ഥിക്കുക, ബ്ലെസ് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമാണ്. അല്ലാതെ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡ്രോബാക്സ് ഉണ്ട്, നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താം. അല്ലാതെ ഒരാൾ വന്നാൽ മാത്രം ജീവിക്കുള്ളൂ എന്ന് പറയുന്ന ആ അവസ്ഥയിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഓക്കെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിട്ടുള്ളത് എന്നാണ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ടത്, എന്തായിരിക്കും കാരണങ്ങൾ എന്നുള്ളത്. ഓക്കെ, ഇനി ഇനി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസിന് ചോദിക്കുന്നത്, നിങ്ങൾ എക്സാക്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ മറുപടി തരണം. റെഡിയാണോ? റെഡിയാണോ? യെസ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെൽത്തിന് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഉണ്ടാവുക? ഹെൽത്തിന് ഇതേ സ്റ്റെപ്പിലൂടെ തന്നെയാണ് പോകുന്നത്, നിങ്ങളുടെ ഹെൽത്തിന് എന്ത് സംഭവിക്കും? പോസിറ്റീവ് ഓർ നെഗറ്റീവ്? നെഗറ്റീവ് ആകും. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ പാരൻസ്, ഫ്രണ്ട്സ്, അങ്ങനെ കുറെ ആളുകൾ ഉണ്ടല്ലോ നമുക്ക് ചുറ്റും. അതിനെന്ത് സംഭവിക്കും ഇങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ? അതായത് ഈ പെയിനിൽ തന്നെ, ബ്ലോക്കിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് നെഗറ്റീവ് അല്ലേ ആവുള്ളൂ? കൂടുതൽ നഷ്ടങ്ങളല്ലേ ഉണ്ടാവുള്ളൂ? നിങ്ങളുടെ കരിയറിന് എന്ത് സംഭവിക്കും? കരിയറിന് ഈ ഒരു ലെവലിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ കരിയറിനെ നമുക്ക് എന്തെങ്കിലും ബെറ്റർ ആക്കാൻ പറ്റുമോ ബ്ലോക്കുകൾ ഉണ്ടാവുമ്പോ? ഇല്ല. അപ്പോ ഈ ഒരു സ്ട്രെസ് ഉള്ള, ഈ ഒരു പെയിൻ ഉള്ള ടൈമിൽ നമ്മൾ പുറകോട്ട് പോകുകയാണ് ചെയ്യുക. ഇവിടെയാണ് ഞാൻ നിൽക്കുന്നത് എങ്കിൽ താഴോട്ട് താഴോട്ട് താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ഒരാഴ്ചത്തെ മുന്നത്തെ നിങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാലോ, അന്ന് മുതലേ നമ്മളെ പല കാര്യങ്ങളും താഴോട്ടാണ്. പലരും വിളിക്കുന്നുണ്ട് എന്നെ, കരഞ്ഞുകൊണ്ടൊക്കെയാണ് സംസാരിക്കുന്നത്. ചേച്ചി എനിക്ക് ഇങ്ങനെയാണ്, എനിക്ക് അവളില്ലാതെ പറ്റില്ല. എനിക്ക് തോന്നുന്നു കുറേം കൂടെ ആൺകുട്ടികളാണ് കുറേം കൂടി ഇമോഷണൽ ആയിട്ട് നമ്മളോട് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെപ്പോലെ ഒരു കാലത്ത് വേദനിച്ച് വിഷമിച്ച് കരഞ്ഞ് എല്ലാം നഷ്ടപ്പെട്ട് നിങ്ങൾ ഉദ്ദേശിച്ച, അല്ലെങ്കിൽ നിങ്ങളിപ്പോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യത്തെക്കുറിച്ചും ഞാനും ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഒരു കാലത്ത്. പക്ഷെ അതിൽ നിന്നെല്ലാം കുറച്ച് ടൈം എടുത്തു റിക്കവർ ആവാൻ വേണ്ടി അവിടെ നിന്ന് ആക്ഷൻ എടുത്തത് കൊണ്ടാണ് ഇന്ന് കുഴപ്പമില്ലാത്തൊരു രീതിയിൽ ഹാപ്പി ആയിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ഓക്കെ, ഞാൻ നിങ്ങളെ ഞാൻ എങ്ങനെയാണോ റിക്കവർ ആയി വന്നത് അതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഞാൻ നിങ്ങളെ ഈ പെയിനിൽ നിന്ന് റിക്കവർ ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോ ഇനി നിങ്ങൾക്ക് പ്രശ്നങ്ങൾ എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്കൊരു ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എടുത്തിട്ട് ഇന്നലത്തെ പോലെയല്ല, എനിക്ക് ഇന്നലത്തെ അത്രക്ക്, അല്ലെങ്കിൽ ഇന്ന് ഇതുവരെ അനുഭവിച്ച അത്ര വിഷമം എനിക്ക് നാളെ അനുഭവിക്കണ്ട എന്ന് ഒരു പേഴ്സൻറ്റേജ് എങ്കിലും എനിക്ക് ഇമ്പ്രൂവ് ആകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഒരു പെൻ എടുക്കുക, പേപ്പർ എടുക്കുക, നിങ്ങളുടെ ആ ഒരു പെയിൻ, ഇപ്പൊ നിങ്ങൾ എന്ത് പെയിൻ അനുഭവിക്കുന്നുണ്ടോ അതൊക്കെ എഴുതുക. അതില് മിസ് ചെയ്യുന്നുണ്ടായിരിക്കും, വിഷമം വരുന്നുണ്ടായിരിക്കും, ദേഷ്യം വരുന്നുണ്ടായിരിക്കും. ഒരു 30 സെക്കൻഡ്സ് ഓർ 1 മിനിറ്റ് ഞാൻ തരാം, പെട്ടെന്ന് തന്നെ എഴുതാം. എന്തും ആയിക്കോട്ടെ, എനിക്ക് അയക്കാനുള്ളതല്ല, ആർക്കും അയച്ചു കൊടുക്കാനുള്ളതല്ല, ഇതൊരു ആക്ടിവിറ്റിയാണ്. ക്ലിയർ? നിങ്ങൾ ഒരു ട്രാൻസ്ഫർമേഷനിലോട്ട് പോകുന്നുണ്ട്, ഒരു മാറ്റത്തിലേക്ക് പോകുന്നുണ്ട്. സത്യത്തിൽ നിങ്ങൾ വേദനയിലായിരിക്കും, അല്ലെങ്കിൽ പല പ്രയാസത്തിലും ആയിരിക്കും. പക്ഷെ നമുക്ക് ഇങ്ങനെ നിന്നിട്ട് ഒരാളും നമ്മളെ കൈപ്പിടിച്ച് ഉയർത്താൻ വരില്ല. വേദനയ്ക്ക് ആരാണോ വേദനിപ്പിച്ച അയാൾ പോലും വരില്ല, അയാൾക്ക് വരാൻ സാധിക്കില്ല. അവർ നമ്മൾ കുറ്റപ്പെടുത്തല്ല. ഓക്കെ, ഇനി മുന്നോട്ട് പോകണം എങ്കിൽ നമ്മൾ ഒരു ആക്ഷൻ എടുത്തേ മതിയാവും. നമ്മളെ ബ്രെയിനിനെ പഠിപ്പിക്കുകയാണ്, ഞാൻ മുന്നോട്ട് പോയി എനിക്ക് മതിയാവും. എനിക്കിങ്ങനെ നശിച്ചിട്ട്, എനിക്കിങ്ങനെ ആരും 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 ഇല്ലാതെ ഇങ്ങനെ പിന്നെയും പിന്നെയും ഇങ്ങനെ മരിച്ച് മരിച്ച് ജീവിക്കാൻ എനിക്ക് സാധിക്കില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ പെട്ടെന്ന് തന്നെ പേപ്പർ എടുത്തിട്ട് എഴുതുക. നിങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്ന എന്തൊക്കെ വിഷമമുണ്ടോ, ആള് പോയത് കൊണ്ട് എനിക്ക് വിഷമമുണ്ട്, ദേഷ്യമുണ്ട്, സങ്കടമുണ്ട്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് വല്ലാത്ത ഫ്രസ്ട്രേഷൻ ഉണ്ട്, എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ആ പേപ്പറിൽ എഴുതുക. ഇപ്പൊ ജോയിൻ ചെയ്തവരോടും കൂടിയിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ ആ പേപ്പറിൽ എഴുതുക. ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ എന്തൊക്കെ ഇമോഷൻസിലൂടെയാണോ കടന്നു പോകുന്നത് അതൊക്കെ ഇപ്പൊ എഴുതാം. എഴുതാൻ റെഡിയാണോ? എഴുതി തുടങ്ങിയോ? എഴുതി തുടങ്ങിയോ?
എഴുതുക. എഴുതുന്നുണ്ടാകുമെന്നാണ് കരുതുന്നത്. ഇല്ലേ? അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാട്ടോ. ഇവിടെ ആരും പുറത്തുനിന്നൊന്നും ഉള്ളവരില്ല. ഒക്കെ നമ്മൾ ഒരേ കാറ്റഗറിയിലുള്ളവർ തന്നെയാണ്. ഓക്കെ. ഉണ്ട്. യെസ് വിഷ്ണു, സൂപ്പർ. എഴുതുക. എന്താ എഴുതണ്ടേ? ഞാനിപ്പോ വന്നേ ഉള്ളൂ. ഓക്കെ. എന്താ എഴുതേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ വേദന ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, വേദനയാകാം, ടെൻഷനാകാം, അതൊക്കെ ഒരു പേപ്പറിലോട്ട് എഴുതുക. അത് ആർക്കും കാണിച്ചു കൊടുക്കാനുള്ളതല്ല. നിങ്ങൾക്ക് എന്തൊക്കെ ബ്ലോക്കുകൾ ഉണ്ട് ഇപ്പോ, ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ബ്ലോക്ക് ഉണ്ട്, ഉറങ്ങാൻ പറ്റുന്നുണ്ടാവില്ല, ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ എനിക്ക് ദേഷ്യമുണ്ട്, വിഷമമുണ്ട്, എനിക്ക് കുറ്റബോധമുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടായിരിക്കും. അതൊക്കെ ഒരു പേപ്പറിലോട്ട് എഴുതുക. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഒന്നുകൂടെ പറയാം. അതായത് ഇപ്പൊ നമ്മളൊരു പ്രത്യേക സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ആ സിറ്റുവേഷൻ കാരണമാണല്ലോ ഇപ്പൊ ഈ സെഷനിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ആദ്യം ഒരു പേപ്പർ എടുക്കുക, പെൻ എടുക്കുക. ഇപ്പൊ നിങ്ങളുടെ സിറ്റുവേഷൻസ് എന്തൊക്കെ അതൊക്കെ എഴുതുക. ഇപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ സിറ്റുവേഷൻസ് നിങ്ങൾ നേരിടുന്നുണ്ടോ അതൊക്കെ എഴുതുക. ഓക്കെ. എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്, എനിക്ക് വിഷമാവുന്നുണ്ട്, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, എനിക്ക് സങ്കടം വരുന്നുണ്ട്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, അതൊക്കെ എഴുതുക. നിങ്ങൾ മൊത്തം നിങ്ങളുടെ ഇമോഷൻസ് മൊത്തം എഴുതുക. ക്ലിയർ? എഴുതുക. യെസ്. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. എഴുതുക. എഴുതി കഴിഞ്ഞാൽ ചാറ്റിൽ പറയാട്ടോ എഴുതി കഴിഞ്ഞു എന്ന്. എഴുതി കഴിഞ്ഞോ? അങ്ങനെ അത്ര പെട്ടെന്ന് കഴിയാനുള്ളതല്ലല്ലോ. ഓക്കെ. പോയിന്റ് ആയിട്ട് എഴുതിയാൽ മതി. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇനി അടുത്ത സെഷനിലൊക്കെ നോക്കാം. ഇപ്പൊ പെട്ടെന്ന് നമുക്ക് വിഷമം വരുന്ന നമ്മളുടെ കാര്യങ്ങളൊക്കെ എഴുതിയാൽ തീരില്ല. പക്ഷെ കുറച്ച് കാര്യങ്ങളെങ്കിലും ഇപ്പൊ എഴുതാം. ബാക്കി പതിയെ പതിയെ സെറ്റ് ആക്കാം. ഒരിക്കലും പ്രണയം ഒരു ദിവസം കൊണ്ട് ഉണ്ടായിട്ടുള്ളതല്ലല്ലോ. അപ്പോ അതിന് കുറെ സമയം എടുക്കും അത് സെറ്റ് ആവാനും. പക്ഷെ ഒരു സ്റ്റെപ്പാണ് നമ്മൾ എടുക്കുന്നത്. എഴുതാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, ഇപ്പൊ നിങ്ങളുടെ കാര്യം മാത്രം എഴുതിയാൽ മതി. എനിക്കിത് പറ്റുന്നില്ല, അത് പറ്റുന്നില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടല്ലോ, അത് എഴുതാം. ഓക്കെ. എഴുതുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. എഴുതി കഴിഞ്ഞാൽ ചാറ്റ് ബോക്സിൽ ഇടാം. എഴുതിയിട്ട് കൂടുതൽ ഇപ്പൊ കഴിയില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും നിങ്ങൾ എഴുതാം, ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്യും. ഓക്കെ. എഴുതി കഴിഞ്ഞവര് വലത് കൈ ഹൃദയം ഉണ്ടല്ലോ, ഹൃദയത്തിൽ ഒന്ന് വെക്കുക. ഹൃദയത്തിൽ ഒന്ന് വെച്ചിട്ട് കണ്ണടച്ച് ആ ഹൃദയമിടിപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. കണ്ണടച്ച് ആ ഹൃദയമിടിപ്പ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. നിങ്ങൾ ശ്വാസം നന്നായി ഉള്ളിലോട്ട് എടുക്കുക. അവള് കൊണ്ടുപോയാൽ ഹൃദയം അവിടെ ഉണ്ടാവുമല്ലോ. മനസ്സ് കൊണ്ടുപോയിട്ടുണ്ടാവും, ഹൃദയം അവിടെ ഉണ്ടാവും കേട്ടോ. ഓക്കെ. ജസ്റ്റ് ഒന്ന് കൈ വെക്കുക. അത് നമ്മളെ കയ്യിൽ ഉണ്ടാവണത്, നമ്മളെ കയ്യിലില്ലാത്തോണ്ടാണ് ഇപ്പൊ ഇത്ര വേദന. ഓക്കെ. ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഈ കൈ കൊണ്ട് നിങ്ങളെ ടച്ച് ചെയ്യുന്നത് എന്നുള്ള. അതിപ്പോ ഉമ്മയാകാം, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രണ്ട് ആകാം, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളാവാം. ഈവൻ ഏറ്റവും സന്തോഷത്തോടെ ഹൃദയത്തിന്റെ ഭാഗത്തൊരു കൈ വെക്കുക. ശ്വാസം നന്നായി ഉള്ളിലോട്ട് എടുക്കുക.
ഓരോ ശ്വാസം എടുക്കുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർട്ട് എത്രത്തോളം നിങ്ങളെ ഇങ്ങനെ നിങ്ങൾ കാരണം ഇങ്ങനെ വേദനിച്ചിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? ഓരോ ശ്വാസത്തിലും നമ്മുടെ ഹൃദയത്തെ എത്ര നമ്മൾ കാരണം വേദനിപ്പിച്ചിട്ടാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ആ ഹാർട്ട് ബീറ്റ് നമ്മളോട് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക, പതിയെ സ്ട്രെയിറ്റ് ആയിട്ടിരുന്നാൽ മതി. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇപ്പൊ നിങ്ങളുടെ ഇമോഷൻ, ഇപ്പൊ നിങ്ങളുടെ ഒരു അവസ്ഥ ഉണ്ടല്ലോ, ബ്ലോക്ക് ആയിരിക്കാം, ദേഷ്യമായിരിക്കാം, വിഷമായിരിക്കാം, എന്തോ ആയിക്കോട്ടെ, എന്തോ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെയാണല്ലോ ഇപ്പൊ നമ്മൾ ഈ കമ്മ്യൂണിറ്റിയിൽ വന്നിട്ടുള്ളത്. ആ ഒരു സംഭവം, ആ ഒരു ഇമോഷൻ എടുക്കുകയാണെങ്കിൽ ഒരു 0 മുതൽ 10 വരെ നിങ്ങൾക്ക് മാർക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ എത്ര മാർക്കാണ് കൊടുക്കുക? പീക്ക് ലെവലാണ്, എനിക്ക് ഭയങ്കര പ്രശ്നമുണ്ട് ഇതുകൊണ്ട് എങ്കിൽ നിങ്ങൾക്ക് 10 9 കൊടുക്കാം. അതിന്റെ ഒരു ഇന്റൻസിറ്റി കുറയുന്നതിനനുസരിച്ചിട്ട് 7 8 ഒക്കെ കൊടുക്കാം. 4. ഓക്കെ, എല്ലാവരുടെ മാർക്കും ചാറ്റ് ബോക്സിൽ ഇടാം. 8. ഓക്കെ, ഓക്കെ. 7.5 ഭയങ്കരാണല്ലോ. ഓക്കെ, എല്ലാവരും ചാറ്റ് ബോക്സിൽ ഇടുക. എല്ലാവരെ കൊണ്ട് ഞാൻ ഈ ആക്ഷൻ എടുപ്പിക്കുന്നത് എന്താന്ന് വെച്ചാല്, ഇനിയാണ് ഒരു സൈക്കോളജി പാർട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മൾ ചില കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം ബോധപൂർവം ചെയ്യണം എന്ന് പറയില്ലേ, അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എത്ര പേർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ യഥാർത്ഥത്തിൽ സത്യം ഇതാണ്. ഓക്കെ, ബ്രെയിന് നമ്മൾ എന്താ പറയുന്നത്, നല്ലതാണോ ചീത്തയാണോ ഒന്നും അറിയില്ല. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് മാത്രം മൂപ്പര് ചെയ്യുള്ളൂ. ക്ലിയർ? ഇപ്പോ വർക്ക് ചെയ്യുന്നത് ബ്രെയിൻ എന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ടാണ്. അതായത് ഇപ്പൊ ഇന്ന് അതൊന്നും ചെയ്യണ്ടടാ, നിനക്ക് വിഷമല്ലേ, നീ ഒരു അലോൺ ആണല്ലോ, നീ വിഷമിച്ചിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മള് ഭയങ്കര വിഷമാണ്. ഓക്കെ, നിനക്ക് അവളില്ലാതെ പറ്റില്ല, അവനില്ലാതെ പറ്റില്ല, നമ്മളോട് തന്നെ ഇങ്ങനെ പറയില്ലേ. പിന്നെ അതുകൂടാതെ പറയുന്നതാണ്, എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തത്, എന്റെ മൊത്തം ബ്ലാങ്ക് ആയി, എനിക്ക് കുറെ കാലം നഷ്ടപ്പെട്ടു, കുറെ പണം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ കുറെ വിഷമിച്ചു. എന്താ കാരണം, വിട്ടുപോയതിന്റെ കാരണേ അറിയില്ല. അല്ലെങ്കിൽ ഒരു തേർഡ് പേഴ്സൺ വന്നിട്ട് ആ ഒരു പാർട്ട്ണർ അങ്ങോട്ട് പോയിട്ടും ഉണ്ടായിരിക്കാം. ഓക്കെ, പലപ്പോഴും ഇപ്പൊ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പ്രണയത്തിലായിരിക്കെ തന്നെ വേറൊരാള്, അത് ഏറ്റവും പ്രിയപ്പെട്ട നമ്മളുടെ ഫ്രണ്ടോ അവരുടെ ഫ്രണ്ടോ ഇനി വേറെ ഏതോ ആയിരിക്കാം, അയാളുടെ ഭാഗത്തോട്ട്, അപ്പൊ നമ്മൾ വിളിക്കുന്ന സമയത്ത് ബിസി ആയിരിക്കും, നമ്മളെ ഡ്രാമാറ്റിക്കലി നമ്മളൊരു സേഫ് സോണിൽ വെച്ചുകൊണ്ട് നമ്മളവിടെ ഉണ്ടായിരിക്കും, പക്ഷെ അപ്പുറത്തുനിന്ന് അവരും ഉണ്ടായിരിക്കും. നമ്മൾ ചോദിക്കുമ്പോഴൊക്കെ പല പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പിന്നെ ദേഷ്യമായിരിക്കും. നിനക്ക് ഞാൻ ഓക്കെ അല്ല, അല്ലെങ്കിൽ എനിക്ക് നീ ഓക്കെ അല്ല, എനിക്കിപ്പോ നിന്നോട് ഒന്നും തോന്നുന്നില്ല, നമ്മൾ തമ്മിലൊരു സോൾ കണക്ഷൻ ഇല്ല. അങ്ങനെ കാര്യങ്ങൾ, നമ്മൾ അറിയാത്ത കാര്യങ്ങൾ പോലും പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നമുക്ക് തന്നെ തോന്നുന്ന ശരിക്കും യഥാർത്ഥത്തിൽ എന്റെ ഭാഗത്താണോ തെറ്റ് എന്നുള്ളത്. അങ്ങനെ സ്റ്റോറി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മളെ ഒരു ലൂപ്പിൽ കൊണ്ടുപോയി ഇടും. ഇങ്ങനെ സംഭവിച്ചവരുണ്ടോ അവിടെ? ഇപ്പൊ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. എനിക്കൊന്നും പ്രത്യേകിച്ച് തോന്നില്ല, എനിക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല, ഞാനിപ്പോ ഓക്കെ അല്ല, നീ നിന്റെ കാര്യം നോക്ക് എന്ന് പറഞ്ഞ് നമ്മളെ ഒരു ഇവൻ അവളാണെങ്കിൽ അവനാണെങ്കിൽ നമ്മളെ ഇങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് അവരുടെ സമയവും അവരുടെ എനർജിയും ഒക്കെ വേറെ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ ചേസ് ചെയ്യാൻ തുടങ്ങിയാലോ, നമ്മൾ ചോദിക്കാൻ തുടങ്ങിയാലോ, നമ്മൾക്ക് സംശയരോഗമാണ് എന്ന് പറഞ്ഞ് നമ്മളെ മാത്രം ഇങ്ങനെ കുറ്റപ്പെടുത്തും. നമ്മൾ അവോയ്ഡ് ചെയ്യും. ആഹ് ഇഷ്ടമില്ലാത്ത, പണ്ട് സ്നേഹിച്ചിരുന്ന, പണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ അതൊന്നും ഇഷ്ടമുണ്ടാവില്ല. നമ്മളിങ്ങനെ ബുദ്ധിപൂർവം അവോയ്ഡ് ചെയ്തുകൊണ്ട്, എന്നാലോ നമുക്കൊന്നും അങ്ങോട്ട് എടുത്ത് പറയാൻ പറ്റുകയും ചെയ്യില്ല. അതുപോലെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരുപാട് റിലേഷൻഷിപ്പ് ഉണ്ട്. മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു പാർട്ട്ണറാണ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് എങ്കിൽ ആ റിലേഷൻഷിപ്പ്, ഈവൻ നിങ്ങൾ ഒരുമിച്ച് പോവുകയാണെങ്കിലും അത് വളരെ ടോക്സിക് ആയിരിക്കും. അത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോ ഇനിയിപ്പോ നമ്മൾ അലേർട്ട് ആവുകയാണ്. ഇനി നമ്മൾ ബ്രെയിനിനെ പഠിപ്പിക്കുകയാണ്, ഞാൻ കഴിഞ്ഞ ദിവസത്തെ ആളല്ല, ഞാൻ കഴിഞ്ഞ ദിവസത്തെ അമലല്ല, ഞാൻ കഴിഞ്ഞ ദിവസത്തെ അതുല്യല്ല, ഞാൻ കഴിഞ്ഞ ദിവസത്തെ അഫീഹ അല്ല, ഞാൻ പുതിയ ആളാവാൻ പോകുകയാണ്. ഓക്കെ,
അതിനാണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് ചാറ്റ് ചെയ്യാൻ പറയുന്നത്. ഇപ്പൊ നിങ്ങളെ ടൈപ്പ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങൾ എഴുതുന്നുണ്ട്, നിങ്ങൾ എന്നോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ലോകത്തിൽ ചിലപ്പോൾ പലരും എന്നോടായിരിക്കും പലരും അവരുടെ ആരോടും പറയാത്ത പ്രണയകഥകളോ സീക്രറ്റുകളോ ഒക്കെ പറയുന്നത്. ഒരു മനുഷ്യന്റെ അവസ്ഥയാണ്. ബട്ട് എന്നുള്ളത് ആലോചിക്കേണ്ട, ആഗ്രഹം മാത്രം മതി. ആ ബട്ട് എന്ന് നമ്മളിങ്ങനെ നമ്മളെ പുറകോട്ട് വലിക്കുന്ന ഒരു സാധനമാണ്. പലരും പറയുന്നതാണ്, ഞാൻ സൂയിസൈഡിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്, ഞാൻ മരിച്ചു പോയാലാണ്. മരിച്ചു പോയാൽ എന്ത് സംഭവിക്കും? മരിച്ചു പോയാൽ ഒന്നും സംഭവിക്കില്ല. മരിച്ചു പോയാൽ നമ്മൾ പോകും. ക്ലിയർ? ഞാനിതൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളെ വേദന വലിയ വേദന തന്നെയാണ് കേട്ടോ. അത് ഞാൻ വളരെയധികം അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ഒരു കോച്ച് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ വിജയിച്ച് കാണണം, നിങ്ങൾ ഇനി പെയിൻ അനുഭവിക്കരുത് എന്നുള്ളൊരു രീതിക്കാണ് ഞാൻ ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുന്നത്. ഓക്കെ? ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ കാണാം, കുറച്ച് കഴിഞ്ഞാൽ കാണാം അവര് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. ഇപ്പോഴെ തന്നെ നിങ്ങൾക്ക് അറിയില്ലേ എന്തുകൊണ്ടാ എന്നെ സ്നേഹിച്ചിരുന്ന അവള് വളരെ ഹാപ്പി ആയിട്ട് ഇപ്പൊ അവിടെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ മനുഷ്യന്മാർക്ക് മാറാൻ പറ്റുമോ? എങ്ങനെയാ അവൾക്ക് എന്നെ മറക്കാൻ പറ്റി? എന്നെ എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത്? ഞാൻ വേദനിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും എന്നെ ഇങ്ങനെ എങ്ങനെ അവർക്ക് ഹാപ്പി ആയിട്ട് നിൽക്കാൻ പറ്റുന്നത്? അല്ലെങ്കിൽ കാരണം ഉണ്ടാവില്ല, വിട്ടുപോയതിന് ഒരു കാരണമേ ഉണ്ടാവില്ല. നമ്മൾ എങ്ങനെയാന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ മുന്നിൽ ഹാപ്പി ആയിട്ട് നിൽക്കേണ്ടി വരും. പക്ഷെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വേദനിച്ച് വിഷമിച്ച് എലോൺ ആയിട്ട് എല്ലാം നഷ്ടപ്പെട്ട ഒരാളായിട്ടിരിക്കും. ഓക്കെ? ഇതെല്ലാവരുടെ ഇപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ മിക്ക ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണത്. ക്ലിയർ? ഇന്ന് ഞാനൊരു സ്റ്റോറി കേട്ടിരുന്നു. അതിലെന്താ അവസ്ഥ എന്ന് വെച്ചാല് അവരുടെ വീട്ടുകാർക്ക് ഓക്കെയാണ്, പക്ഷെ ഈ കുട്ടിക്ക് ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടു. ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ഈ പാവപ്പെട്ട മനുഷ്യന് ഇവിടുത്തെ ജോലിയും കൂലിയും ഒക്കെ ഉപേക്ഷിച്ച് ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഒരുപാട് കടബാധ്യതയും അതുകൊണ്ട് വന്നു. ഇവിടുത്തെ ജോലിയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടും പോവാനുള്ള ഒരുക്കങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ ഇപ്പൊ ഇവര് പറയണ പോയിട്ട് 2 വർഷം വന്നിട്ട് വായു എന്നിട്ട് അന്വേഷിക്കുക, ആലോചിക്കുക എന്നൊക്കെ ഉള്ളത്. വീട്ടുകാർക്ക് കുഴപ്പമില്ല, പക്ഷെ കുട്ടിക്ക് ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടു. അങ്ങനെ വിളിച്ച് കരയുന്ന ഒരുപാട് പേരുണ്ട്. ആൺകുട്ടികൾ കരയാൻ പാടില്ല എന്ന് പറയുന്നത് കേൾക്കാം. പക്ഷെ ഇങ്ങനെയുള്ള വേദനകൾ വരുമ്പോൾ മനുഷ്യന്മാർ കരയില്ലാതെ എന്താ ചെയ്യാ? ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് വേദനകൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങള് നിങ്ങൾ കരയാ. ഓക്കെ? നിങ്ങൾ കരഞ്ഞ ആ വേദന തീർക്കാം. ക്ലിയർ? ആൺകുട്ടികളെ മാത്രമല്ല കേട്ടോ ഞാൻ പറയണേ, പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ സെയിം അവസ്ഥയാണ് ഇവിടെ വന്നിട്ടുള്ളവര്. ഒരു പാർട്ട്ണർ ഇങ്ങനെ മിസ്സായിട്ടുണ്ടാവുന്നുള്ളൂ. ചിലത് സിറ്റുവേഷൻ കൊണ്ടും ആകാം, ചിലത് നമ്മളെ കയ്യിലിരിപ്പ് കൊണ്ടും ആവാം. ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ക്ലിയർ? ഇനി എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ നമ്മൾ ആക്ഷൻ എടുക്കാൻ പോവാണ്. എഴുതി വെച്ചിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി മുന്നോട്ട് പോകാൻ നിൽക്കുകയാണ്. നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ ഓക്കെ ആണോ? യെസ് ഓർ നോ? നിങ്ങളുടെ ലൈഫിലോട്ട് ഹാപ്പിനെസ് സക്സസും റിസീവ് ചെയ്യാൻ നിങ്ങൾ ഓക്കെ ആണോ? നിങ്ങൾ ഏത് കാലത്ത് ഇനി സന്തോഷമായിട്ട് ഇരിക്കുന്നത് കരുതിയിട്ടാ ഇവിടെ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്? ആരും വന്നിട്ട് നിങ്ങളെ ഹാപ്പി ആക്കുമെന്ന് വിചാരിച്ചിട്ടാണ് വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് വിചാരിക്കും അവൾ എൻ്റെ ലൈഫിൽ വന്ന, അല്ലെങ്കിൽ അവൻ എൻ്റെ ലൈഫിൽ ഇല്ലെങ്കിൽ എനിക്കൊരു സന്തോഷം ഉണ്ടാവില്ല എന്ന്. പലപ്പോഴും സൂയിസൈഡൊക്കെ ആലോചിക്കുന്നത് അങ്ങനെയാണ്. പലപ്പോഴും സൂയിസൈഡിനെ കുറിച്ചൊക്കെ വേറെ ഒരു ലോകവും ഇല്ല. നമ്മൾ ഇതിൽ തന്നെ നോക്കി നോക്കി നോക്കിയിട്ട് ഇത് മാത്രമായി. നമ്മൾ മരിച്ചുപോയി എന്ന് വിചാരിക്കാം. ഈ നമ്മൾ വേദനിപ്പിച്ച ആള് നമ്മളെ കൂടെ മരിക്കോ? ഇല്ല. കുറച്ച് ദിവസം വിഷമം ഉണ്ടാവുമായിരിക്കും ഒരു പക്ഷേ, അല്ലേ? അപ്പോ ഈ പലരും ചിന്തിക്കുന്നതാണ് സൂയിസൈഡ്. സൂയിസൈഡ് സ്റ്റോപ്പ് ചെയ്യുക. ഞാൻ ഒരിക്കലും ഇനി സൂയിസൈഡ് എന്നുള്ള ഒരു വാക്ക് ഞാൻ ഉപയോഗിക്കില്ല. അവൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്ത് ഇതെടുത്തിട്ടും അവനക്കോ അവൾക്കോ ഇഷ്ടം, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ ജീവിക്കുന്നതുകൊണ്ട് ഇന്ന് ഇന്ത്യ മഹാഭാരതത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു പാർട്ട്ണർ നമ്മളിപ്പോ അംഗീകരിക്കുന്നില്ല, നമ്മളിപ്പോ സ്നേഹിക്കുന്നില്ല, നമ്മളിപ്പോ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പിന്നെ അതിൽ നമ്മളൊന്നും ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇനി നീ എങ്ങാനും കല്യാണം കഴിച്ചാലുള്ള ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരാൾക്ക് താല്പര്യമില്ല, ഒരാൾക്ക് താല്പര്യമുണ്ട്, നിർബന്ധിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ കല്യാണം കഴിച്ചിട്ടുള്ള മാരീഡ് ലൈഫ് ഇതിനേക്കാൾ ദുർഘടമായിരിക്കും. ഇപ്പൊ നമ്മൾ കേട്ടുവരുന്ന, ഞാൻ ബേസിക്കലി ഒരു കൗൺസിലറാണ്, പലപ്പോഴും കേട്ടുവരുന്ന ഭയങ്കര എന്താ പറയാ
കുറെ പ്രശ്നങ്ങളിലൂടെ ഒക്കെ കല്യാണം കഴിച്ചവരുണ്ട്, ഹാപ്പി ആയിട്ട് ജീവിക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഈ പ്രശ്നങ്ങൾ ശേഷം ഉണ്ടായവരുണ്ട്. ഓക്കെ, കല്യാണം കഴിഞ്ഞതിന് ശേഷം പ്രശ്നങ്ങൾ ഉണ്ടായവരുണ്ട്. അപ്പോ കിട്ടാത്തത് കിട്ടിയിട്ടില്ല എന്നുള്ള വേദനയായിരിക്കും ഇപ്പൊ നമുക്ക് ഉണ്ടാവുക. കിട്ടിക്കഴിഞ്ഞാലും ചിലപ്പോൾ വേറെ പല വേദനകളും ഉണ്ടായിരിക്കും. ഇപ്പൊ മാരേജ് കഴിഞ്ഞിട്ട് ഇവിടെ ആർക്കെങ്കിലും പ്രോബ്ലം ആയിട്ട് ഉള്ളവരുണ്ടോ? മാരേജ് കഴിഞ്ഞിട്ട് പ്രശ്നമായിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടോ? യെസ്. എനിക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? എന്തെങ്കിലും ഒന്ന് പറയാമോ? പറയാൻ ഓക്കെ ആണെങ്കിൽ കേട്ടോ, ഞാൻ നിർബന്ധിക്കില്ല. ഇവിടെ എല്ലാവരും ഒരേ വിഷമത്തിലുള്ളവരാണ്, അതുകൊണ്ടാണ്. ഓക്കെ. യെസ്. സംസാരിക്കാനൊന്നുമില്ല. ഫാമിലി, അതായത് കല്യാണത്തിന് മുമ്പ് എന്ന് പറഞ്ഞാല് ഞങ്ങൾ നമ്മ അമ്മയെ മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ. ഫാമിലിയോട് അടുത്തപ്പ അവിടുന്ന് നമ്മളെ ഫാമിലി അവരെ ഫാമിലി തമ്മിൽ ഒക്കണില്ല. കണ്ട് മുട്ടി ആകനെ തമ്മിൽ ഇപ്പൊ ഒരു വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അവര് ഇതുവരെ എന്റെ ഫാമിലി പെണ്ണിന്റെ ഫാമിലി ഇതുവരെ കണ്ടിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. കാണുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പ്രശ്നം, അത് പെണ്ണിന്റെ ഭാഗത്തുനിന്ന് അതിപ്പോ വരുന്ന വിഷയങ്ങൾ ഇതൊക്കെയാണ്. വീട്ടിൽ ഫുഡ് വെക്കൂല, അങ്ങനെ അലക്കൂല, അടിക്കൂല, ഉതയൂല, വീട് മാറണം, അങ്ങനത്തെ വിഷയമൊക്കെ തന്നെ വരണത്. എല്ലാം ചെയ്ത് ഇപ്പൊ എനിക്കുള്ള സാലറി വെച്ച് എല്ലാം ചെയ്ത്, അപ്പൊ അവൾക്ക് ഫോൺ വേണം, TV വേണം, അങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങളൊന്നും ഇപ്പൊ എന്റെ സ്വാഭാവികമായിട്ട് എന്റെ വീട്ടിൽ കണ്ട് പെട്ടെന്നുണ്ടായ കല്യാണം. എനിക്ക് ആ വയസ്സൊന്നും അത്ര ആവണം, എനിക്ക് 24 വയസ്സാവണുള്ളൂ. അപ്പൊ ആ. പെട്ടെന്ന് എന്റെ പഠിത്തം കഴിഞ്ഞ് നേരെ കല്യാണത്തിന് ചാടിയതാണ്. അത് എന്റേതോ ആരുടെയോ ബുദ്ധിമോശം ഇപ്പൊ തോന്നിപ്പോണ്. കുറച്ച് കടങ്ങളൊക്കെ വന്നപ്പോ എന്റെ വീട്ടുകാര് അങ്ങനെയൊക്കെ പറഞ്ഞ് ബർത്ത്ഡേ ആയ കേക്ക് മുറിക്കണം, അപ്പുറത്തെ വീട്ടിൽ ആരും കറങ്ങാൻ പോയാലും അവൾക്ക് കറങ്ങാൻ പോകണം, ഓൾറെഡി ഒന്നും കാണുന്നത് അതാണ് അവളുടെ ലൈഫ്. ഇപ്പൊ അത് കുറെ ഒക്കെ ചെയ്ത് കൊടുത്ത് അവിടെ തുടർന്ന് കടം വാങ്ങി ചെയ്തും കൊടുത്ത്, വണ്ടി വാങ്ങിക്കൊടുത്ത്, ഫോണും വാങ്ങിക്കൊടുത്ത്, എല്ലാം വാങ്ങിക്കൊടുത്ത്. ഈ അടുത്ത് അവള് അവളുടെ ഉമ്മ തന്നെ അവളോട് ഫുഡ് വെച്ച് കൊടുക്കാത്ത നന്നായിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോ അവൾക്ക് പറ്റൂല. 2 ദിവസം എന്ന് പറഞ്ഞാൽ വാപ്പ വീട്ടിൽ പോയതാണ്. 2 ദിവസം മുമ്പ് വാപ്പ വീട്ടിൽ പോയിട്ട് പിന്നെ 4 ദിവസമായിട്ട് കാണണ്ടായപ്പോ ഞാൻ വിളിച്ചപ്പോ പിറ്റേ ദിവസം എനിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളി തന്നേക്കണം. അവൾക്ക് എന്റെ ഒപ്പം കൂടെ പോകാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളി തന്നേക്കണം. അപ്പൊ ഞാൻ സ്റ്റേഷനിൽ പിറ്റേ ദിവസം ചെന്ന്, പിറ്റേ ദിവസം ചെന്നപ്പോ അവൾ എന്നായിട്ട് മിണ്ടണില്ല. അത്ര ദിവസം അത്രയും അടുത്ത പെണ്ണ്, എന്നില്ലാണ്ട് പറ്റൂല, കെട്ടി തൂങ്ങാനൊക്കെ ഒരുങ്ങിയ പെണ്ണ്, ഞാനില്ലാണ്ട് അവിടെ നീങ്ങി നിക്കണ്. ഫസ്റ്റ് ടൈം എന്റെ ദൂരെ എന്റെ അടുത്തുണ്ടായിട്ട് എനിക്ക് ഭയങ്കര ലോങ് അകലായിട്ട് തോന്നിയ ഒരു നിമിഷം. അത് കഴിഞ്ഞ് കുറെ വിളിച്ച് കെഞ്ചി വിളിച്ച് കാല് വിളിച്ച് പോവലേടി, ഞാൻ നോക്കിക്കോളാടി എന്നൊക്കെ പറഞ്ഞ് അവളുടെ ഉമ്മാനെയും വാപ്പാനെയും എല്ലാവരും വിളിക്കാനുള്ളവരൊക്കെ വിളിച്ചിട്ടും ആരും അങ്ങോട്ടും ഇങ്ങോട്ട് ഒക്കണില്ല. അവസാനമായിട്ട് ഞാൻ പിന്നെ ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് എന്റെ അടുത്ത് അവൾക്ക് ആകെ 3 മാസം പരിചയമുള്ളവരാ. എന്റെ ഒപ്പം വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ഒരുത്തന്റെ ഒപ്പം ഇഷ്ടത്തിലാണെന്ന്. ഞാൻ അതും പോട്ടെന്ന് വെച്ചാൽ അവൻ എന്നെ ഒന്ന് തല്ലിയിട്ട് എന്റെ വീട്ടുകാരൊക്കെ അവനിക്ക് കേസ് കൊടുക്കാൻ പോയിട്ട് പറ്റിയില്ല. കൂട്ടാനെ തല്ലിക്കാൻ എനിക്ക് വീട്ടുകാരെ കൊണ്ട് ആരെ കൊണ്ട് തല്ലിക്കാൻ പറ്റാണ്ട്, കേസ് കൊടുക്കാൻ പറ്റാണ്ട് ഞാൻ കേസ് കൊടുക്കാണ്ട് നിന്ന് കുറെ നാള്. അത് കഴിഞ്ഞ് കഴിഞ്ഞ മാസം ഒരു ഞങ്ങൾ ആനിവേഴ്സറി 25-ാം തീയതി. അപ്പൊ അതിന് എന്തെങ്കിലും എനിക്ക് അവൾക്കെല്ലാം വാങ്ങിക്കൊടുക്കുന്നത് ഇഷ്ടമുള്ള ദിവസമാണ്. അപ്പൊ അതിന് വേണ്ടി ഞാൻ അവളെ എറണാകുളത്തുണ്ട്. എറണാകുളത്ത് അവളെ കാണാൻ അവളുടെ വീട്ടുകാരും എനിക്ക് പറഞ്ഞില്ല. അവള് ഒരു ഹോസ്റ്റലിൽ നിന്ന് പണിയെടുക്കുന്നു. അതിനുവേണ്ടി ഞാൻ കുറെ അന്വേഷിച്ച് അവളുടെ സ്ഥലം ഞാൻ കണ്ടുപിടിച്ച് അവിടെ ചെന്നിട്ട് അവളുടെ കൂട്ടുകാരി തന്നെ കാണാൻ സമ്മതിച്ചില്ല. ഇങ്ങനെ ഇങ്ങനെ എന്തെന്നുള്ള പറയാ, ആലോചിക്കാൻ താല്പര്യമില്ല. മൊത്തത്തിൽ 24 മണിക്കൂർ അവൾ പറഞ്ഞിട്ടുണ്ട് എന്നോട് കൂടെ എപ്പോഴും ഉണ്ടാവണം, എന്റെ ഒപ്പം ഉണ്ടാവണം എന്ന് പറയണത്. ഞാൻ രാത്രിയാണ് പണിയെടുക്കാൻ പോക്ക്. വണ്ടി പണി ആയാലും അല്ലെങ്കിൽ കടട വർക്കായാലും എല്ലാം ചെയ്തു തരുന്നത് ഞാൻ നൈറ്റാണ്. അവൾ എണീക്കുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാവും. പഠിക്കാൻ പോണത് പോലും വെളുപ്പിന്റെ ക്ലാസ്, അതായത് 3 സെക്ഷൻ. ഇപ്പൊ നമ്മൾ ഈ ക്ലാസ് ഉള്ള പോലെ തന്നെ 3 സെക്ഷൻ രാവിലെ വെളുപ്പിന് 4 മണിട്ട് ഇങ്ങനെയുള്ള ക്ലാസ്സിനൊക്കെയാണ് ഞാൻ പോക്ക്. അവള് എണീക്കുമ്പോ ഞാൻ എണീക്കുമ്പോ 10-12 മണിയും. ഇതൊക്കെ തന്നെ വീട്ടിൽ തല്ലു കൊടുത്തപ്പോ എന്നെ കേസ് അലക്കൂല, ഫുഡ് വെക്കൂല. ഈ ഒരു വർഷം ഫുഡ് വെച്ച് കൊടുത്തേക്കണം ഞാനാണ് അങ്ങോട്ട്. വിരുന്നേരം വന്നു കഴിഞ്ഞാൽ ആരും തിരിഞ്ഞു പോലും. വീട്ടിലൊരു അതിഥി വന്നു കഴിഞ്ഞാൽ അവരെ നോക്കൂല, വീട് അടിക്കൂല, തുടക്കൂല. ഫോൺ വേണം. അവസാനമായിട്ട് തല്ലുപിടിച്ചത് iPhone 15 ഇറങ്ങിയപ്പോ 15 വേണമെന്ന് പറഞ്ഞായിരുന്നു. അത് വാങ്ങിക്കൊടുക്കാത്തതിന് തല്ലുപിടിച്ച് ഫോൺ വാങ്ങിക്കൊടുത്തപ്പോ മറ്റുള്ള ആണുങ്ങളായിട്ട് ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കായിരുന്നു. ഞാനത് വീട്ടിൽ പറഞ്ഞപ്പോ എന്റെ മോൾ അങ്ങനെ ചെയ്യൂല ഇങ്ങനെ ചെയ്യൂല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അതിനെ കാണിച്ചു കൊടുത്തു ഉമ്മാക്ക്. അവളിങ്ങനെ ചാറ്റ് ഡിലീറ്റ് ചെയ്യേണ്ട ഉമ്മ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി നോക്കിയപ്പോഴാണ് എന്റെ കൂട്ടുകാരൻ തന്നെ അതിലിരുന്ന് ചാറ്റാണ്. അവൻ നമ്പർ ചോദിച്ച്, എന്നിട്ട് അവള് പോലീസ് സ്റ്റേഷനിൽ പോയി ഡിവോഴ്സിനുള്ള ഇത് വേണമെന്ന് പറഞ്ഞ് അവിടെ അത് കൊടുത്തപ്പോ എന്റെ വേറൊരു കൂട്ടുകാരൻ അവളോട് നമ്പർ ചോദിച്ചേക്കുന്നു, നിങ്ങൾ ഡിവോഴ്സ് ആയില്ലേ എന്ന് ചോദിച്ച്.
അപ്പൊ ഞാനത് ചോദിച്ചപ്പോ പറഞ്ഞു എന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ് അവളോട് നമ്പർ ചോദിച്ചത്. എന്നോട് ചോദിക്കാണ്ട് വർഷങ്ങളായിട്ട് 20 വർഷവും 10 വർഷമൊക്കെ ആയിട്ട് എന്നെ അറിയാവുന്നവൻ 3 മാസത്തിൽ ഒരു വർഷം എന്റെ പെണ്ണിനോട് ചോദിച്ചാൽ എന്റെ കാര്യം അറിയാൻ പറ്റുന്നത്. ചുറ്റിനുള്ളവരെ വിശ്വസിക്കാൻ പറ്റൂല. കരഞ്ഞ് അവൾക്ക് വേണ്ടി അവൾ പോയപ്പോ ഇരിക്കാനും കിടക്കാനും പറ്റാത്ത 4 ദിവസം ഓർമ്മയില്ലാണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടന്നിട്ടുണ്ട്. എന്റെ ഇക്കാക്കന്മാരൊക്കെ വന്നിട്ടാണ് എന്നെ ഒന്ന് ആക്റ്റീവ് ആക്കിയത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവളുടെ പിന്നാലെ പോയി. എന്റെ വീട്ടുകാരെ വേർപ്പിച്ച് ആരും പറഞ്ഞു ഈ അവസ്ഥ നീ പോയി കഴിഞ്ഞാൽ നീ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് പിന്നെ അവളുടെ പിന്നാലെ പോയി. പിന്നെയും ഇത് തന്നെ സംഭവിച്ചു. പിന്നെയും പോയി. പിന്നെ ഇത് തന്നെ സംഭവിച്ചു. അവസാനത്തേല് വീട്ടുകാരെ വേർപ്പിക്കാൻ എനിക്ക് പറ്റാറില്ല. എന്ത് വന്നിട്ടും കൂടെ ഉള്ളത് അവര് മാത്രമാണ്. എന്റെ ഉമ്മാനെ കരയിച്ചിട്ട് എനിക്ക് ഇനി ഒന്നും കിട്ടാനില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ആത്മഹത്യ ഞാൻ നോക്കൂല. കാരണം എന്റെ ഉമ്മാക്ക് ഞാനും എന്റെ 3 ഇക്കാമാരുള്ളത്. അവരെ വിട്ടേച്ചെന്ന് അവൾക്ക് വേണ്ടി മാത്രമായിട്ട് ജീവിച്ചിരുന്നു. 1 വർഷം ഞാൻ ജീവിച്ചിരുന്നു അവരൊന്നും ഞാൻ നോക്കാണ്ട്. ഇനി എനിക്ക് അവനെ നോക്കാനും താല്പര്യമൊന്നുമില്ല. വന്നാൽ ഞാൻ നോക്കും, പൊന്നോടെ നോക്കും. പക്ഷെ ഞാൻ ഇനി അങ്ങോട്ട് കെഞ്ചി പോയി. കഴിഞ്ഞ മാസം വരെ ഞാൻ കെഞ്ചി പോയിരുന്നു. അപ്പൊ അവിടെ ഇങ്ങനെ പറഞ്ഞത് അവൻ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു നടക്കണത് ഞാൻ അവനെ കെട്ടി അങ്ങോട്ട് ജീവിക്കുമെന്ന്. അത് കഴിഞ്ഞ് അവനെ കൂട്ടാനും വിളിച്ചപ്പോ കൂട്ടാനും പറഞ്ഞു ഞാൻ അവളെ കെട്ടിക്കൊണ്ടാ അങ്ങനെ ഇങ്ങനെ. അപ്പൊ കയ്യിൽ നിന്ന് പോയി. ഇവരറിയാണ്ട് എന്തായാലും ഇവനെ ഞാൻ എന്റെ വീട്ടില് എപ്പോഴും ഞാൻ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിട്ടുള്ളവനാണ്. ഞാനില്ലെങ്കിലും അവിടെ ഉണ്ടാ പോയി ചായ പിടിച്ചോളാന്നൊക്കെ പറഞ്ഞു സ്കീമിന്. അവന്റെ വീട്ടിൽ ആരില്ലെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് കിടന്നോടാന്ന്. തെക്ക് ഇത്രയും ചെയ്തിട്ടും അവൻ എന്റെ വീട്ടിൽ ചെന്ന് എന്റെ കുടുംബത്തന്നെ കയറി എല്ലാം കുളം തോണ്ടി ഇങ്ങനെ നടക്കണ്. സത്യം പറഞ്ഞ് പണിയെടുക്കാൻ പറ്റണില്ല. ഒന്നും ഉറക്കം കിട്ടാത്തോണ്ട് ഇപ്പൊ നൈറ്റ് ഇപ്പൊ ഡ്രൈവിങ് ഇപ്പോഴും ഞാൻ ഒരാളെ പാസഞ്ചർ ഒരു കല്യാണ ഓട്ടം കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ കാറിൽ ഇരുന്നാണ് സംസാരിക്കണത്. അതാണ് അവസ്ഥ. പഴയതുപോലെ ആവണം, അത്രേ ഉള്ളൂ. പെണ്ണുന്നല്ല, പഴയതുപോലെ ആവണം. പണിയെടുക്കാൻ പറ്റണം, കടങ്ങൾ തീർക്കണം. പുറത്തേക്കും അവളെ കൊണ്ട് ഇനി ആൾക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പുറത്തേക്ക് വരാൻ വിസ വരാൻ റെഡിയാക്കിയ ആൾക്ക് ദുബായിക്ക് പണിയെടുക്കാനല്ല എന്റെ ഒപ്പം വെറുതെ വന്നാൽ മതി. എല്ലാവർക്കും ചിന്തിച്ചാൽ മനസ്സിലാവും. സ്വാഭാവികമായിട്ട് ആദ്യമായിട്ട് ഒരാൾ പുറത്തേക്ക് പോകുമ്പോൾ എന്തോ ഒരു സാലറി കിട്ടുമെന്ന്. അതും വെച്ച് ഞാനൊരു വീട് എടുത്ത് അവിടെ നോക്കാം ഇത് പറഞ്ഞു ഞാൻ അവളെ വിളിച്ചു, അവളുടെ ഉമ്മാനെ വിളിച്ച് പറഞ്ഞപ്പോ അവളുടെ ഉമ്മ ഓക്കെ മോനെ അവളെ വീടാണ്. പക്ഷെ എന്നിട്ട് അവള് പറഞ്ഞില്ല. എന്നിട്ട് പിന്നെ കുറച്ച് ദിവസം മുമ്പ് ഇന്ന് ഞാൻ അവനെ കണ്ടിരുന്നു. അവൻ ഇവിടെ കൊടുങ്ങല്ലൂര്, തൃശ്ശൂർ കൊടുങ്ങല്ലൂര്, എറണാകുളത്ത് ബസ് ഇറാൻ നിൽക്കുന്നത്. 2 ദിവസം മുന്നേ നോക്കിയപ്പോ അവരെ ഫോണിൽ അതായത് പുതിയൊരു അക്കൗണ്ട് തുടങ്ങിയിട്ട് എന്റെ പെണ്ണും അവളും മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ ഫോളോവേഴ്സ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരാൾ ഫോളോവറും ഒരാളെ തന്നെ ഇത് 2 പേര് ഇവരല്ലാണ്ട് വേറെ ആരില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റാൻ അതെന്റെ കൂട്ടുകാരൻ്റെ വഴി നോക്കിയപ്പോൾ കണ്ടത് അവന്റെ ഫോണിൽ. അവൻ എന്റെ ഇക്കാട ഹോട്ടലിൽ വർക്കറാണ്. അവനെ പറഞ്ഞ് എന്ത് പറയാ, പറയാണ്ട് കൊറേ ഉണ്ട് പറഞ്ഞ ഇപ്പൊ തീരെ ഞാൻ കരയും. എന്തായാലും ഇപ്പൊ ഒരു ഇൻസൈറ്റ് കിട്ടിയല്ലോ. അപ്പോ ഇനി ഇങ്ങനെ എന്താ പറയാ, പേരൻസിനെ ഇനി വേദനിപ്പിക്കില്ല എന്നുള്ളൊരു, അല്ലെങ്കിൽ ഉമ്മാനെ വേദനിപ്പിക്കില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ. അത് തന്നെയാണ് ഏറ്റവും നല്ല തീരുമാനം. നിങ്ങളുടെ ലൈഫിൽ ഇനി കാരണം സമാധാനം. അത് അതാക്കാൻ കാരണം ഞാൻ വീട്ടിൽ നിന്ന് പോയപ്പോ 1 വർഷം പോയപ്പോ തന്നെ എന്റെ ഉമ്മ 3 പ്രാവശ്യം ഹോസ്പിറ്റലിൽ കിടന്നു. ഞാനത് അറിഞ്ഞില്ല. ഞാൻ 1 വർഷം എന്റെ ഉമ്മാനെ വിളിച്ചില്ല. ഇവള് കാരണം ഇവൾക്ക് എന്റെ ഉമ്മാനെ വിളിക്കുന്ന ഇഷ്ടമല്ല, എന്റെ വാപ്പാനെ വിളിക്കുന്ന ഇഷ്ടമല്ല, എന്റെ ഇക്കാമാരെ എന്ത് 3 വയസ്സായ പെങ്ങളെ വിളിക്കണ പോലെ കാണുന്ന പോലെ ഇവൾക്ക് ഇഷ്ടമല്ല. എന്നിട്ട് ഞാൻ 1 വർഷം ഇവൾക്ക് ഉള്ള വീട്ടിലെല്ലാവരും ഞാനെ ഉമ്മാനെ ഇത്താനൊക്കെ വിളിക്കുക. അവരെ ഫംഗ്ഷൻ വരുമ്പോ പോവാ. ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവൾക്ക് വിഷയം ഒക്കെ പറഞ്ഞ് തല്ലുടിക്കാൻ വരും. ഈ വർഷം ഞാൻ എന്റെ വീട്ടിലാണ്. എന്നാലും ഞാൻ വീട്ടിൽ കയറാറില്ല. കാരണം വീട്ടിൽ കയറുമ്പോ എന്ത് കല്യാണം കഴിക്കാൻ, അതായത് കല്യാണത്തിന് 1 മാസം മുമ്പ് തുടങ്ങി അവൾക്ക് വീട്ടിൽ ഏസി ഉണ്ടില്ല എന്റെ വീട്ടിലേക്ക് അവൾ വരുള്ളൂ എന്ന്. കല്യാണം തുടങ്ങണതിന് മുമ്പ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ ഒരു എ സി വാങ്ങി വെച്ച് അത് കഴിഞ്ഞ് വീട്ടിൽ അവൾ വന്നു. വീടിന്റെ റൂം ഓൾറെഡി വെള്ള പെയിന്റ് അടിച്ച വീട്ടിൽ അവൾക്ക് ആ പെയിന്റ് കിടക്കാൻ പറ്റൂല എന്ന്, പർപ്പിൾ കളർ വേണമെന്ന്. കാരണം അത് ചെയ്ത് ഇപ്പൊ എനിക്ക് ആ റൂമിൽ കിടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കിടക്കണം. ആ പെയിന്റ് അവിടെ കേറുമ്പോ ഒന്നാമത് സ്മെല്ല്, അവിടെ സ്മെല്ലാണ് ആ റൂമില്. രണ്ടാമത് ഈ കാര്യങ്ങൾ കൊണ്ട് ഞാൻ വീട്ടിൽ കയറാൻ ഞാൻ ഓൾറെഡി വണ്ടി ഇപ്പൊ കിടക്കണ എന്റെ വണ്ടിയിൽ ട്രാവലറിനെ ഓടിക്കണ്. അതിൽ ഞാൻ കിടപ്പണ പതിവ്. എന്റെ എല്ലാം കഴിഞ്ഞ് എല്ലാം പോയിട്ട് അവളെ വീട്ടുകാരെ കൊണ്ടുവന്ന് എന്റെ വീട്ടിൽ 24 വർഷമായിട്ട് ഞാൻ എന്റെ ഭാഗത്ത് എന്റെ വീണ്ടും ഉമ്മർത്തോ ഞാൻ കിടന്ന് ഒച്ച വെച്ചിട്ടില്ല, തല്ലുപിടിച്ചിട്ടില്ല. അവളുടെ ഈ കല്യാണം കഴിഞ്ഞ പിന്നെ ഇവളുടെ വീട്ടുകാർ അവിടെ വന്ന് വീടിനകത്ത് കയറിയില്ല. ഞാൻ പറഞ്ഞില്ലേ 1 വർഷമായിട്ട് എന്റെ വീട്ടിലോ അങ്ങോട്ടും ഇങ്ങോട്ടോ അവരെ പോയിട്ടില്ല. ഞങ്ങൾ തമ്മിൽ അവിടെ ഉറപ്പിക്കാൻ വേണ്ടി കുറച്ച് മാമാരും മൂത്താവന്മാരും എന്റെ വീട്ടിൽ വന്നതല്ലാണ്ട് അവളുടെ ഉമ്മയോ അവളുടെ വാപ്പയോ ഇതേവരെ എന്റെ വീട്ടിലേക്ക് വന്നിട്ടില്ല.
എല്ലാവരും ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതിന് ഞാൻ അവൾക്ക് എന്റെ വീട്ടിൽ വരാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും തല്ലുപിടിച്ച് അതിന് വീട് മാറാൻ വേണ്ടി വരും സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്ത്. ആയിക്കോട്ടെ സാറ് ചോദിച്ചു നിനക്ക് മാറാൻ പറ്റുമോ, മാറിക്കോ. പറഞ്ഞ് മാറി. ഞാൻ മാറിയപ്പോ തുടങ്ങി അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഫുഡും വെച്ചു കൊടുത്ത് മാസത്തിൽ 4-5 ജോഡി ഡ്രസ്സ് അവൾക്ക് വേണം. 45,000 വീട്ടിന് 7,500 വാടകയും കറണ്ട് ബില്ലും എല്ലാരും പിന്നെ ചെലവ് ലോൺ എല്ലാം കൂടെ പോയിട്ട് മാസത്തിൽ 2-3 ജോഡി ഡ്രസ്സ് ഇത് എടുക്കണമെന്നുണ്ടെങ്കിൽ ബ്രൈഡൽ അങ്ങനത്തെ കാര്യം അവിടുത്തെ റേറ്റ് ഒക്കെ അറിയാല വാങ്ങിക്കൊടുക്കാറുണ്ട്. ലിപ്സ്റ്റിക്ക് ഫൗണ്ടേഷൻ ക്രീം എല്ലാം ചെയ്ത് വരുമ്പോ എന്റെ അവസ്ഥ നോക്കൂല. ഈ ഒരു വർഷം ഞാൻ ഡ്രസ്സ് എടുത്ത 4 നിക്കർ മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ. 4 നിക്കർ 200 രൂപ, അതും ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയത്. വേറെ ഒന്നും ഞാൻ വാങ്ങിയിട്ടില്ല. ഒരു വർഷത്തിൽ എനിക്ക് അവൾക്ക് വേണ്ടി കണക്ക് ഞാൻ നോക്കിയതല്ല, അവൾക്ക് വേണ്ടി ചെലവാക്കിയത് ഞാൻ എന്റെ ഗൂഗിൾ പേ നോക്കിയപ്പോ 2 ലക്ഷം രൂപ. എന്റെ വരുമാനത്തിൽ കൂടുതലാണ്. വാടക വിട്ടിട്ട് 2 ലക്ഷം രൂപ, അത് കൂടാണ്ട് ഫോണും കാര്യങ്ങളും. ഇതൊക്കെ ഞാൻ എങ്ങനെ ചെയ്തെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. പകലില്ലാണ്ട് വയ്യാണ്ടായ ഹോസ്പിറ്റലിൽ പോയാ എനിക്ക് പനി ആയി കഴിഞ്ഞാൽ അവളുടെ ഉമ്മ അവിടെ നിന്ന് വരും എന്നെ നോക്കാൻ. അവളും ഇല്ല. അവളോട് കഞ്ഞി വെച്ച് കൊടുക്കാൻ പറയുമ്പോൾ പറയണ അവനക്ക് കഞ്ഞി വേണ്ട, അവനക്ക് പനിയല്ല, അവൻ കഞ്ഞി കുടിക്കൂല എന്നുള്ള റീസൺ പറഞ്ഞു. പനി പിടിച്ച് പറയുമ്പോ ഫാൻ ഓഫ് ചെയ്യാൻ പറഞ്ഞാൽ ഫാൻ ഓഫ് ചെയ്യൂല. അവൾ റൂം മാറി അപ്പുറത്ത് പോയി കിടക്കും. അങ്ങനെ ഇങ്ങനെ ചെയ്തരുത്. എന്നിട്ട് ഞാൻ കുറെ നാളിങ്ങനെ പിടിച്ച് അവൾക്ക് പീരിയഡ്സ് ആകുമ്പോൾ എന്താകുമ്പോഴും ഞാൻ കഞ്ഞിയും വെച്ചു കൊടുക്കും, ചോറും എന്തിന് മാറ്റി കൊടുക്കുക, ആ കുണ്ട് കളയി കത്തിക്ക് നശിപ്പിക്കുക, അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ. എനിക്ക് ഇങ്ങനെ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്തിന് ഇപ്പോഴും എന്നെ വേദനിപ്പിക്കാൻ വേണ്ടി എന്റെ ചുറ്റിലുള്ള ആൾക്കാരെ വിളിച്ച് ഇവിടെ ഇങ്ങനെ അവനവിടെ ഉണ്ടല്ലേ, അവൻ ഭയങ്കര ഹാപ്പി ആണല്ലേ. അങ്ങനെ ഞാൻ എന്റെ ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ട്. അവിടെ പോയ അവസരം എന്റെ കയ്യിൽ നിന്ന് പോയിട്ട് എന്റെ കൂട്ടുകാരന്മാരെന്നെ ഇല്ലിക്കൽ കല്ല് കൊണ്ടുപോയി. ഒട്ടും പറ്റാണ്ട് കൊണ്ടുപോയി. ഞാൻ ഇല്ലിക്കൽ കല്ല് കൊണ്ടുപോയി. അവിടെ എന്നെ കൊണ്ടുപോയി. അപ്പൊ അവനൊരു വീഡിയോ എടുത്ത് ഹൈലൈറ്റ് ആയിട്ട് ഇട്ട്. അതിൽ എന്നെ കണ്ടാൽ അറിയാം ഞാൻ തല മാന്തി വയ്യാണ്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് കരഞ്ഞു നിൽക്കണം. അവളവിടെ ഉമ്മയുടെ ആഫീസ് അല്ലെങ്കിൽ ഞാന് അടിച്ച് പൊളിച്ച് ജീവിക്കുകയാണ്, അവനക്കൊരു കുഴപ്പമില്ല, അദ്ദേഹം കറങ്ങാനുള്ള സ്റ്റാറ്റസ് സ്റ്റോറി ഒക്കെ ഇട്ട് നടക്കണം എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് അവളുടെ വീട്ടിൽ പോയിരുന്നു ഈ കഴിഞ്ഞ മാസം. ഇതിന്റെ ഉമ്മ എനിക്ക് അവളെ കാണും, ഉമ്മ പറ്റണില്ല, ഉമ്മ അവളെ വാപ്പ എല്ലാരെയും വിളിച്ച് കെഞ്ചി കാല് പിടിച്ച് വീട്ടിൽ അതിന്റെ പേര് വരെ നീ എന്തിനാ ഞാനല്ല, നീ എന്തിനാ കഞ്ചി കാലടിക്കാൻ. ഞാൻ പറഞ്ഞ വാപ്പ എനിക്ക് പറ്റുള്ളൂ, ഒരു വർഷം ഞാൻ ജീവിച്ചിട്ടുള്ളൂ, പക്ഷെ ഒരു വർഷം ജീവിക്കാനുള്ള ഈ കൂടുതൽ ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞ് ഇപ്പൊ ഈ അവസ്ഥ നിൽക്കുന്നു. അധികമൊന്നും പറയാനും പറ്റില്ല, ചുറ്റിന് ആൾക്കാരുണ്ട്. ആ, ആയിക്കോട്ടെ. എന്തായാലും എനിക്ക് എന്ത് നിങ്ങളോട് പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഡോണ്ട് വറി, ഇത്രയൊക്കെ നിങ്ങൾ അനുഭവിച്ചില്ലേ, ഇനി ഇങ്ങനെ വേദനിച്ചിട്ട് ഇങ്ങനെ ഇപ്പൊ മറ്റുള്ള നമ്മുടെ ഫ്രണ്ട്സിനോട് തന്നെ ചോദിക്കാം, ഇനി ഇങ്ങനെ ഇനിയും ഇയാളിങ്ങനെ വേദനിച്ച് വേദനിച്ച് ഇങ്ങനെ പോണോ, അതോ ബെറ്റർ ആയിട്ട് കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് പോണോ? എന്താണ് നിങ്ങളൊക്കെ അഭിപ്രായം? ചാറ്റ് ബോക്സിൽ ഇടാം. ഓക്കെ. നിന്നെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഇവിടെ ഉള്ളത്. നോക്കൂ, എല്ലാവർക്കും ഇനിയിപ്പോ ഓക്കെ, ചാറ്റ് ബോക്സ് നോക്കിയാൽ അറിയാൻ പറ്റും എല്ലാവരുടെ സിറ്റുവേഷനും കുറേയൊക്കെ ഇത് തന്നെ ആയിരിക്കും. ഇനിയിപ്പോ ഞാൻ കുറേ ക്ലാസ് എടുക്കണം അല്ലെങ്കിൽ സെഷൻ പറയണം എന്നൊന്നുമില്ലല്ലോ, ഇത് തന്നെയാണ് പലരുടെ അവസ്ഥ. ചിലത് ഇങ്ങനെ പോയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ പല പല സിറ്റുവേഷൻസും ഉണ്ടായിരിക്കും. എനിക്ക് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏത് പടുകുഴിയിലുള്ള അവസ്ഥയിലായിക്കോട്ടെ, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നത്, എഗെയിൻ പറയുന്നത്, ആ ഒരാൾ തിരിച്ചു വരിക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. അതിനുള്ള ഒരു മാജിക്കും എന്റെ കയ്യിലില്ല. ക്ലിയർ? ഒരാൾ വന്നിട്ട് മാത്രം നമ്മൾ ഹാപ്പി, അയാൾ വരികയാണെങ്കിൽ വന്നോട്ടെ, വരണ്ടെന്നൊന്നും ഇവിടെ പറയുന്നില്ല. പക്ഷെ ഇയാൾ വരുമ്പോഴേക്കും, അല്ലെങ്കിൽ നമ്മൾ ഇനി ഒരു വർഷം കഴിയുമ്പോഴത്തേനും നമ്മൾ ഇതിനേക്കാൾ മോശമായിട്ടുള്ള അവസ്ഥയിൽ എത്തുമ്പോഴാണ് നമ്മുടെ കൂടെ ആരുണ്ടാവുക എന്ന് മനസ്സിലാക്കുക. നമ്മുടെ കൂടെ നമ്മളെ വേണ്ടപ്പെട്ടവർ മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ അതുപോലും ഉണ്ടാവില്ല. മനസ്സിലാവുണ്ടോ? അതിപ്പോ ഞാൻ പറയാതെ തന്നെ അറിയാലോ. ഇതൊക്കെ ഇനി പോട്ടെ, 2026 വരുന്നത്. ഇന്നത്തെ പോലെ നാളത്തെ പോലെ ഒന്നും എനിക്ക് വേണ്ട. എനിക്കൊരു പുതിയൊരു മനുഷ്യനായിട്ട് കുറച്ചും കൂടെ സന്തോഷം എന്നുള്ളത് വേറൊരു ഫ്രെയിമാണ്. ഞാനിപ്പോ ഉള്ളിന്റെ ഉള്ളിൽ കരഞ്ഞിരിക്കുകയാണെങ്കിൽ ഞാൻ ചിരിച്ചിരുന്നാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ ഹാപ്പിയാണെന്ന്. നിങ്ങൾ പലരും ഇത് തന്നെ ചെയ്യുന്ന, ഉള്ളിന്റെ ഉള്ളിൽ പല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ചിരിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ സമാധാനം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. നമുക്ക് ഉറങ്ങാൻ പറ്റണം, നമുക്ക് മറക്കാൻ പറ്റണം. അങ്ങനെ ഫുള്ള് വാനിഷ് ആയിട്ടൊന്നും മറക്കാൻ പറ്റില്ല, പക്ഷെ ഓർക്കുമ്പോൾ ഈ വേദനകളോ കുറ്റബോധോ ദേഷ്യമൊന്നും ഇല്ലാതെ നമ്മൾ നമ്മൾക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങണം. ഉം
ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇന്ന് അനുഭവിക്കുന്ന പ്രോബ്ലം എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്കൊരു ആക്ഷൻ എടുക്കാൻ തയ്യാറാണോ? നിങ്ങളുടെ നെക്സ്റ്റ് ലെവലിലോട്ട് പോകാൻ, നിങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്തിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ, അതെ, യെസ്, നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാൻ നിങ്ങൾ ഓക്കെ ആണോ? യെസ് ഓർ നോ, യെസ് ഓർ നോ, യെസ് ഓർ നോ, യെസ് ഓർ നോ. ഓക്കെ ആണോ? നിങ്ങൾ ഓക്കെ ആണെങ്കിൽ, നിങ്ങൾ ഏത് മോശമായിട്ടുള്ള അവസ്ഥയിലാണെങ്കിൽ കുറച്ച് സമയം എനിക്ക് തരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഈ പ്രശ്നത്തിൽ നിന്നൊക്കെ ബെറ്റർ ആക്കി എടുക്കാൻ പറ്റും. നിങ്ങൾ ഇങ്ങനെ വേദനിച്ച് വിഷമിച്ച് കരഞ്ഞിട്ടിരിക്കേണ്ട ആളൊന്നല്ല. നമ്മൾ എന്താ ചെയ്യുന്ന, ഒരു വർഷം കൊണ്ട് നമ്മളെ കുറിച്ചിട്ടുള്ള ഒരു ഫ്രെയിം തന്നെ നമുക്ക് മാറ്റിയെടുക്കണം. നമ്മളെ ഇട്ടിട്ട് പോയവര്, നമ്മളെ കളിയാക്കിയവര്, നമ്മളെ വേദനിപ്പിച്ചവര്, അവരൊക്കെ നോക്കി നിൽക്കണം. ഇപ്പോഴൊക്കെ വിചാരിക്കുക എന്താ അറിയോ, ഞാൻ പോയതുകൊണ്ട് അവൻ ഇങ്ങനെ വേദനിച്ചിരിക്കുകയല്ലേ, അവൻ ഇപ്പോഴും എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരിക്കും, അവൻ ഇപ്പോഴും എന്നെ കുറിച്ച് ആലോചിച്ചിരിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ആ പോയ ആൾക്ക് അതൊരു ഭയങ്കര ഒരു എനർജിയാണ്. പക്ഷെ അവർക്ക് മനസ്സിലാവണം നമുക്കും ഇതൊക്കെ പറ്റും എന്നുള്ളത്. നിങ്ങളെ നഷ്ടപ്പെട്ട് എന്നുള്ളത് അവർക്ക് തോന്നണം. അതൊക്കെ പോട്ടെ, അതെന്തെങ്കിലും ആവട്ടെ. നിങ്ങൾ നിങ്ങളുടെ ലൈഫില് ഒരു പുതിയ മാറ്റം കൊണ്ടുവന്നിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു സറൗണ്ടിങ്സ് ഉണ്ടാക്കിയെടുക്കണം. നിങ്ങളുടെ ജീവിതം ഇനി പുതിയൊരു ലെവലിലോട്ട് കൊണ്ടുപോകണം. സാറ്റിസ്ഫൈഡ് ആയിട്ട് ബിസിനസ്, ഈവൻ കരിയർ ഡെവലപ്പ് ചെയ്യണം, ഹെൽത്ത് നോക്കണം, റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കണം. ഇതൊന്നും ഒറ്റ ദിവസം കൊണ്ട് പറ്റില്ല. പക്ഷെ ഇതൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടോ? ഇങ്ങനെയുള്ള ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? യെസ് ഓർ നോ? യെസ്. കൺഗ്രാറ്റുലേഷൻസ് ബോത്ത്. ഓക്കെ 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 ഓക്കെ. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, ഇപ്പൊ നമ്മളൊരു പേപ്പർ എഴുതിയിട്ടുണ്ടല്ലോ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല്, നമ്മളെ പരാജയത്തിന്റെയും വിജയത്തിന്റെയും ആകെ ഉത്തരവാദി നമ്മളാണ്. പരാജയത്തിന്റെയും വിജയത്തിന്റെയും ആകെ ഉത്തരവാദി നമ്മളാണ്. അതായത് നമ്മള് ശത്രുവും നമ്മളാണ്, മിത്രവും നമ്മളാണ്. ഇനി ഇതിന്റെ ശത്രുവിനെ മിത്രമായിട്ടുള്ള നമ്മൾ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന നെഗറ്റീവ് എനർജി, അത് വേണ്ടടാ, അവളുടെ ഓർമ്മകൾ വരിക, അവന്റെ ഓർമ്മകൾ വരിക, നമുക്കൊന്നും ചിന്തിക്കാനേ വയ്യ. ഇതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും, ഇഷ്ടപ്പെട്ടിട്ടോ ഓർത്തിട്ടോ ഒന്നല്ല, ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നമ്മൾക്ക് ശരീരം തളർന്നു പോവുക, ദേഷ്യം വരിക, അല്ലെങ്കിൽ കുറ്റബോധം വരിക, പല പ്രശ്നങ്ങളും ഉണ്ടാവും, അല്ലെങ്കിൽ ബ്ലാങ്ക് ആയി പോവുക, പല കാര്യങ്ങളും ഉണ്ടായിരിക്കും ഇങ്ങനെ. ഇതിനെയൊക്കെ നമ്മൾ റീപ്രോഗ്രാം ചെയ്യാണ്. ഇനി നമ്മൾ പറഞ്ഞു കൊടുത്തൊക്കെ നമ്മളെ ബ്രെയിനെ കൊണ്ടുവരണം. എനിക്കിതാണ് ആവശ്യം, എനിക്കിപ്പോ ആ ഓർമ്മ വേണ്ട. ഇനി ഓർമ്മ വന്നാലും അവള് വന്നാലും പോയാലും ഓക്കെ, എന്റെ സ്റ്റാൻഡ് ഇതായിരിക്കും. സമാധാനത്തോടു കൂടി ഉറങ്ങാൻ പറ്റണം, മനസ്സറിഞ്ഞ് ചിരിക്കാൻ പറ്റണം. ഈ ലോകത്ത് എന്തൊക്കെ കാണാനുണ്ടെന്ന് അർത്ഥം? ഈ ലോകത്ത് കുറെ സന്തോഷങ്ങളുണ്ട്. ഈ ലോകം നമുക്ക് കൂടി അവകാശപ്പെട്ടതാണ്. ഈ ലോകത്ത് ഒരുപാട് 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 നമുക്ക് കണ്ണിനും മനസ്സിനും ഒക്കെ കുളിര് തരുന്ന, സന്തോഷം തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലാതെ ഒരു റിലേഷൻഷിപ്പ് മാത്രമല്ല ഇതിലുള്ളത്. ക്ലിയർ? അതൊക്കെ നമുക്ക് അനുഭവിക്കാനും അറിയാനും സന്തോഷിക്കാനും ഒക്കെ ഉള്ളതാണ്. അതിനൊക്കെ തന്നെയാണ് പടച്ചോന്, ദൈവം നമുക്ക് ഇതൊക്കെ തന്നിട്ടുള്ളത്. പക്ഷെ നമ്മളുടെ ഒരു തീരുമാനത്തിന്റെ പ്രശ്നം കൊണ്ടോ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ജീവിതത്തിന്റെ ഒരു അവസ്ഥ കൊണ്ടോ ഒക്കെ ഈ ഒരു പെയിന് എങ്ങനെയൊക്കെയോ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നു. ഈ ഒരു അവസ്ഥയിലോട്ട് എത്തി. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, ഡെഫിനറ്റ്ലി നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. എത്രയോ ആളുകൾ, ഇപ്പൊ ആ റീല് കണ്ടാൽ തന്നെ അറിയാം, 1000-ൽ കൂടുതൽ ആളുകൾ നമുക്ക് മെസ്സേജ് അയച്ചിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് ആക്കി, അപ്പൊ കുറച്ചും കൂടെ ആവശ്യമുള്ളവരാണ് വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് വരിക. അതിൽ നിന്ന് നമ്മളിങ്ങനെ ഫിൽട്ടർ ചെയ്തിട്ടാണ് ഇപ്പൊ നിങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ക്ലിയർ? ഇനി ഞാൻ ചോദിക്കുകയാണ്, ഏതൊരു ട്രാൻസ്ഫോർമേഷനും, ഇപ്പൊ പറഞ്ഞു ഒരു 2 ലക്ഷം രൂപയോളം വൈഫിന് വേണ്ടിയിട്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെലവാക്കി, പക്ഷെ എനിക്ക് വേണ്ടിയിട്ട് 200 രൂപയാണ് ചെലവാക്കിയിട്ടുള്ളൂ. നമ്മൾ അങ്ങനെയാണ്, ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർക്ക് കൊടുക്കാൻ തയ്യാറായിരിക്കും. ഇനി അതൊക്കെ പോട്ടെ, നിങ്ങളുടെ ട്രാൻസ്ഫർമേഷൻ ജേണി എന്ന് വെച്ചാൽ ഒരു ദിവസം കൊണ്ട് സംഭവിക്കില്ല. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളെയാണ് പതിയെ 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 ശരിയാക്കി കൊണ്ടുവരിക. അത് കുറച്ച് മെനക്കെടുള്ള പണിയാണ്. നിങ്ങൾ കുറച്ച് മെനക്കെടുള്ള പണി എടുത്തിട്ടാണെങ്കിലും കുറച്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ട്രാൻസ്ഫർമേഷൻ എടുത്തുകൊണ്ട് ഒരു പുതിയ, ഒരു സ്മാർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? യെസ് ഓർ നോ? ഇറ്റ്സ് ഓക്കെ, പ്ലീസ് കണ്ടിന്യൂ, ഡ്രൈവ് ചെയ്തോളൂ കേട്ടോ. യെസ് ഓർ നോ? യെസ് 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 യെസ്. സൂപ്പർ 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 സൂപ്പർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കുറച്ച് സമയവും നിങ്ങളുടെ എനർജിയും, വെറുതെ അത് പറ്റില്ല, സമയം വേണം, എനർജി വേണം, ആക്ഷൻ വേണം. ഇത് മൂന്നും നിങ്ങൾ എടുക്കാൻ ഓക്കെ ആണോ? സമയം, അതായത് അരമണിക്കൂറാവാം, 1 മണിക്കൂറാവാം, കുറച്ച് ദിവസങ്ങളാവാം. നിങ്ങളുടെ തോട്ട്സ്, ചിന്തകള്
വർക്ക്, അതിനു വേണ്ടി ആക്ഷൻ എടുക്കാൻ തയ്യാറാണോ? ഓക്കെ. ഇപ്പൊ നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ഞാൻ ചാറ്റ് ചെയ്യിപ്പിക്കണം എന്തിനാണെന്നറിയോ? നിങ്ങളെ ബ്രെയിനും മൈൻഡും ഒക്കെ കുറെ കാലത്തിന് ശേഷം നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയാണ് ഇപ്പൊ. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ബ്രെയിന് കുറെ കാലത്തിന് ശേഷം ആത്മാർത്ഥമായിട്ട് സംസാരിക്കുന്നത്. ഓക്കെ. അങ്ങനെയാണ് എങ്കിൽ ഇപ്പൊ ഈ കോഴ്സ് എന്ന് പറയുന്നത് കുറച്ചൊരു പീരീഡ് ഉണ്ടായിരിക്കും. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഞാൻ കുറെ ഉപദേശിച്ചിട്ട് ഒന്നും നടക്കാൻ പോണില്ല. മനസ്സിലെ കുറെ ഓർമ്മകൾ ഇറക്കി കളയണം, ഡെലിറ്റ് ചെയ്യണം, കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്, കുറെ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്, ഓർമ്മകളൊക്കെ കൂടി നശിപ്പിക്കേണ്ടതുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊരു പ്രൊസീജിയറാണ്. ഇതിന്റെ ഒരു ടൈം പീരീഡ് 21 ദിവസമാണ്. നിങ്ങളുടെ ലൈഫിൽ നിന്ന് കുറെ കാലങ്ങൾ പോയിട്ടുണ്ട്. ഒരു 21 ദിവസം നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാം. വെറും 21 ദിവസത്തിൽ കുറച്ച് സമയം മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറാണോ? ആണോ? യെസ്, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, യെസ്, ഗ്രേറ്റ്. ഈ 21 ദിവസത്തെ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ വെറും ഈ ബ്രേക്ക് ആയിട്ടുള്ള ഈ ഒരു മൊമെന്റിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാനുള്ളത് മാത്രമായിരിക്കും. നമ്മളെല്ലാവരും കൂടിയിട്ടായിരിക്കും, ഒറ്റക്കൊറ്റക്കല്ല. എല്ലാവരും ഇപ്പോൾ നേരത്തെ മോന് വന്ന് വിഷമങ്ങൾ പറഞ്ഞപ്പോൾ നമുക്കൊക്കെ അതിന്റെ ഒരു എമ്പതി വന്നില്ലേ? നീ വിഷമിക്കേണ്ടടാ, ഞങ്ങളുണ്ട്, അല്ലെങ്കിൽ വിട്ടുകളാം. അതുപോലെ വേദനിക്കുന്നവർ തന്നെയാണ് ഇവിടെ ഉള്ളവർ മിക്കവരും. ഓക്കെ, ക്ലിയർ? അപ്പൊ നമ്മളെല്ലാവരും കൂടിയിട്ടാണ് ഈ ജേണിയിൽ പോയി നമ്മൾ സക്സസ് സ്റ്റോറി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്കിപ്പത്തെ എല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരണമെന്നുണ്ട്. ഞാൻ നല്ല തിരക്കുള്ള ഒരു പേഴ്സൺ ആണ്. എനിക്ക് 10 മണിക്ക് കൺസൾട്ടേഷൻ ഉണ്ട്. ദുബായിലുള്ള ഒരു ക്ലയന്റ് ആണ്. പക്ഷെ ഞാൻ എന്ത് ഫ്രീ തന്നാലും, നമ്മുടെ ലൈഫിൽ എന്ത് തന്നെ ഫ്രീ തന്നാലും നമുക്കതിന് വാല്യൂ ഉണ്ടാവില്ല. അമ്മ എത്ര സ്നേഹം ഫ്രീ ആയിട്ട് തരുന്നുണ്ട്, നമ്മൾ അറിയുന്നുണ്ടോ? പലപ്പോഴും ഇല്ല. പക്ഷേ നമ്മൾ വാല്യുബിൾ ആയിട്ട് പലതിനായിരിക്കും കൊടുക്കുന്നുണ്ടാവും. അപ്പൊ ഫ്രീ ആയിട്ട് തന്നാൽ ആർക്കും അതിലൊരു ആക്ഷൻ എടുക്കാനും കൺസിസ്റ്റന്റ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ ഒരു എമൗണ്ട് ആണ്. എനിക്കറിയാം നിങ്ങൾ പലരും പഠിക്കുന്നവരുണ്ട്, പലരും ജോലിക്കാരുണ്ട്, ജോലി നഷ്ടപ്പെട്ടിട്ട് ഫുള്ള് ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് മാത്രമേ ഈ ഒരു പ്രോഗ്രാമിന് നിങ്ങൾക്ക് വരുന്നുള്ളൂ. ഇത് നമുക്ക് കുറെ പൈസ ഉണ്ടാക്കുക എന്നുള്ളതല്ല അർത്ഥം. ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരുന്നുണ്ട്, നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. അതിന് എനിക്ക് തിരിച്ച് ഒരു എനർജി ഇങ്ങോട്ടും വരണം. കൂടാതെ നിങ്ങൾ ഒരു കമ്മിറ്റ്മെന്റ് എടുക്കാൻ കൂടെയാണ്. അപ്പൊ 2500 ആണ് ഈ ഒരു 21 ദിവസത്തെ സെഷന് വരുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്താണ് ഉള്ളത് എങ്കിൽ അത് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ഓക്കെ ആണോ? ഈ ഒരു ട്രാൻസ്ഫോർമേഷനിൽ നിങ്ങളുടെ ടൈം, അതാണ് മണി മാത്രം പോരാ. മണി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. നിങ്ങളുടെ ടൈമും എനർജിയും ആക്ഷൻ എടുക്കാൻ ഓക്കെ ആണെങ്കിൽ മാത്രം കാശ് പിന്നെ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാലോ നമുക്ക്, അല്ലേ? നമ്മൾ എത്ര രൂപക്ക് ഫുഡ് തന്നെ വാങ്ങി കഴിക്കുന്നുണ്ട് ആവശ്യമില്ലാതെ, അല്ലെങ്കിൽ ഡ്രസ്സ് വാങ്ങുന്നുണ്ട്, ഓൺലൈനിൽ പല സംഭവങ്ങളും വാങ്ങുന്നുണ്ട്, പലർക്കും വാങ്ങി കൊടുക്കുന്നുണ്ട്. അവൾക്ക് വാങ്ങി കൊടുത്തതിന്റെ ഒരു 10% 5% പോലും ഉണ്ടാവില്ല. നിനക്ക് വേണ്ടി ഫസ്റ്റ് ആയിട്ട് നീ ഒരു ആക്ഷൻ എടുക്കാൻ പോവുകയാണ്. റെഡിയാണോ? യെസ് ഓർ നോ? യെസ്. ഓക്കെ. അപ്പൊ റെഡി ആണ്. അതെന്തിന്? ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എടുക്കേണ്ടത്, ഒരു പേജ് എടുത്തിട്ടില്ലേ? പേജ്, ഇത് ശരിക്കും ആ പേജ് കത്തിക്കുകയാണ് ചെയ്യേണ്ടത്. കത്തിക്കാൻ പറ്റുന്നവർ നിങ്ങൾ ആ പേജ് കത്തിച്ചിട്ട് ഫോട്ടോ ഗ്രൂപ്പിലിടുക. 4 ആൾക്കാരെ കാണിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെ ഉദ്ദേശിക്കുന്നത്. അതോടൊക്കെ അതിന്റെ ഒരു ഇമോഷന്റെ എനർജി കുറയും. അതായത് ഇപ്പൊ ഈ സ്വർണ്ണമൊക്കെ ഉരുക്കി, പഴയ സ്വർണ്ണമൊക്കെ എങ്ങനെയാ നമ്മള് പുതിയ സ്വർണ്ണാക്കുക? എങ്ങനെയാ ആക്കുക? എനിക്കറിയില്ല, നിങ്ങളൊന്ന് പറഞ്ഞേ. എങ്ങനെയാ ആക്കുക? എങ്ങനെയാ ആക്കാറ്? അതിങ്ങനെ ചൂടാക്കിയിട്ട്, തീയിലിട്ട് ചൂടാക്കിയിട്ട് ആണ് പുതിയ സ്വർണ്ണാക്കുക, അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? ആണോ? ഗോൾഡ് ഓർമ്മിപ്പിക്കല്ലേ. ഓക്കെ, അങ്ങനെയാണ്. അതുപോലെ നിങ്ങളെയും നമ്മൾ ബെറ്റർ ആക്കുകയാണ്, ഒരു പുതിയ വ്യക്തിയാക്കണം. ആദ്യത്തെ പടിയാണ് ഇത്. അതായത് ആ ഒരു പേജിൽ നിങ്ങൾ പലതും എഴുതി വെച്ചിട്ടുണ്ടാവും. പറ്റുകയാണെങ്കിൽ നിങ്ങൾ അത് കത്തിച്ച് കളയുക. കത്തിക്കുന്നത് നല്ലതാണ്. പക്ഷെ കത്തിക്കാൻ പറ്റാത്ത സാഹചര്യം ഉള്ളവര് ഒക്കെ ആണെങ്കിൽ നമ്മൾ ചീന്തി കളയുക. അതെങ്ങനെ ചീന്തേണ്ടതെന്ന് വെച്ചാല്, ഇപ്പൊ ഒരു പേജ് ഞാൻ ചീന്തുന്നതും കൂടെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ തന്നെ ചീന്തണം. ചീന്തുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇങ്ങനെ നടു ചീന്ത. ഓക്കെ. പിന്നെ നമ്മൾ ഇത് വെച്ചിട്ട് ഒന്നുകൂടെ ചീന്ത. പിന്നെ ഇത് വെച്ചിട്ട് ഇങ്ങനെ. ഓക്കെ.
ചീന്തുന്നവർക്കൊക്കെ ഇപ്പൊ തന്നെ ചീന്താട്ടോ. എന്നിട്ട് അതൊരു ഫോട്ടോ എടുക്കണേ. കാരണം അത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇങ്ങനെ ചീന്തി ചീന്തിയിട്ട് അത് നമുക്ക് ഇനി ചീന്താൻ പറ്റാത്ത രൂപത്തിലാക്കണം. എനിക്ക് പറ്റുന്നില്ല കേട്ടോ. ഓക്കെ, അങ്ങനെ ആക്കണം. റെഡിയാണോ? റെഡിയാണോ? യെസ്. ഇന്ന് അത് കത്തിക്കാൻ റെഡി ആയിട്ടുള്ളവർ ആരൊക്കെ? ഡ്രൈവിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് മതി, നോ ഇഷ്യൂ. അതില് ഇപ്പൊ ശ്രദ്ധിച്ചോളൂ കേട്ടോ, ഡ്രൈവിംഗ് ശ്രദ്ധിച്ചോളൂ. ഓക്കെ, ഒരു നമ്പർ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ 21 ഡേയ്സിന്റെ ട്രാൻസ്ഫർമേഷനിലൂടെ നിങ്ങളുടെ എൻറ്റയർ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യാൻ പോവാണ്. ഇതിൽ 2 സെഷനാണുള്ളത്. 21 ഡേയ്സിന്റെ ഗ്രൂപ്പ് സെഷൻ ഉണ്ട്. ഇൻ കേസ് ഇത് ഇപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സമയത്തിന്റെ പ്രശ്നം, രാത്രിയാണ് കേട്ടോ ഉണ്ടാവുക. രാത്രിയാണ് നമ്മുടെ സെഷൻ ഉണ്ടാവുക. എനിക്ക് തോന്നുന്നു ഒരു 9 മണിക്കൊക്കെ ചെയ്യാന്ന് തോന്നുന്നു. അപ്പൊ എല്ലാവരും ഇത് ഫ്രീ ആവുമല്ലോ. ഇവിടെയുള്ള UAE-ലുള്ളവർക്ക് ചിലപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഇൻഡിവിജ്വൽ സെഷനും കൊടുക്കുന്നുണ്ട്. ഒറ്റയ്ക്കുള്ള സെഷൻ വേറെ കൊടുക്കുന്നുണ്ട്. അത് പേയ്മെന്റ് ഒക്കെ വേറെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ ചാറ്റ് ബോക്സിൽ അത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ കാണുന്ന നമ്പറിലോട്ട് നിങ്ങളുടെ പേരും 21 എന്നുകൂടെ ടൈപ്പ് ചെയ്തിട്ട് അയക്കുക. ക്ലിയർ? അത് വാട്സപ്പ് നമ്പറാണ്. ആ വാട്സപ്പ് നമ്പറിലോട്ട് നിങ്ങളുടെ പേര് അതിനടുത്ത് 21 എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കുക. അവിടുന്ന് നിങ്ങളെ കണക്ട് ചെയ്യും. ഓക്കെ, ഇനി ഹലോ അമൽ പ്രകാശ്, എന്തെങ്കിലും പറയണ്ടോ? ഓക്കെ, കത്തിക്കുന്നതോ അല്ലെങ്കിൽ ചീന്തിയതോ ആയിട്ടുള്ള ഫോട്ടോ എടുത്ത് നിങ്ങൾ ഗ്രൂപ്പിൽ ഇടുകയാണെങ്കിൽ നല്ലതാണ്. ഈവൻ ചിലപ്പോൾ പെൺകുട്ടികൾക്കൊക്കെ ഗ്രൂപ്പിൽ ഇടാൻ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് അയച്ചു തരാം, ഞാൻ ഗ്രൂപ്പിലിടാം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ മാത്രം ബെറ്റർ ആയാൽ മതിയല്ലോ, കുറച്ച് പേരെയും കൂടെ നമുക്ക് ബെറ്റർ ആക്കണം എന്ന് എനിക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട്. കാരണം ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഉള്ള ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് എന്റെ കാലഘട്ടത്തിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു സപ്പോർട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ അന്ന് ഇത്രമാത്രം പ്രശ്നങ്ങളും ഇത്രക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഭയങ്കര ഒരു പ്രോബ്ലത്തിലാണ് പോകുന്നത്. ഇതിന്റെ എക്സാക്ട് പ്രോബ്ലംസ് സൊല്യൂഷൻ ഇല്ലാതെ നമ്മൾ പലപ്പോഴും മോശമായിട്ടുള്ള രീതിക്കും പോകുന്നുണ്ട്. കത്തിച്ചു കളഞ്ഞോ? കത്തിച്ചു കളഞ്ഞതിന് ഫോട്ടോ എടുക്കാൻ പറ്റിയോ? ഓക്കെ, സൂപ്പർ. അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഒരു പാറ്റേണിലായി കുറേ കാലം ഒരു സ്നേഹായി നമ്മളൊരു പാറ്റേണിലായി. ആ പാറ്റേൺ എന്താണ്? ആ വ്യക്തിയുടെ ഓർമ്മകള്, പ്രശ്നങ്ങള്. 1 മിനിറ്റ് മാം, എനിക്ക് ബ്രേക്കപ്പ് ഒന്നുമില്ല, അതൊക്കെ പോട്ടെ എന്ന് ഞാൻ വിചാരിക്കും. ബട്ട് മനസ്സിലാകുന്ന ഒരുപാട് അനുഭവിച്ചു പറ്റുന്നില്ലെങ്കിൽ ഫസ്റ്റ് ഞാൻ ഓക്കെ, ഇറ്റ്സ് ഓക്കെ, നോ ഇഷ്യൂ. ബ്രേക്കപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്ക് ഒരു പേഴ്സണായിട്ട് ഡിസ്കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് വേണ്ട, അതിന്റെ ഓർമ്മകൾ വേണ്ട. അങ്ങനെയും പല കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് എന്തോ ആയിക്കോട്ടെ. ഇനിയിപ്പോ ഇതൊന്നുമല്ല, ബ്രേക്കപ്പും മറ്റുള്ള മണ്ണാങ്കട്ട ഒന്നുമല്ല, നമ്മൾക്ക് നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെ അധികം സപ്പോർട്ട് കിട്ടുന്നില്ല, നമ്മൾ ഒറ്റക്കാണെന്നുള്ള തോന്നല്, ഈവൻ എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും ഈ 21 ഡേയ്സ് കൊണ്ട് നിങ്ങളെ ക്ലിയർ ചെയ്യുന്നതാണ്. ആദ്യം നിങ്ങൾ ഈ നമ്പറിലോട്ട് മെസ്സേജ് അയക്കുക. നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്തിട്ട് 21 എന്ന് അയച്ചിട്ട് മെസ്സേജ് അയക്കുക. നിങ്ങൾ ഇവിടുന്ന് കണക്ട് ചെയ്യും. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. പിന്നെ 21 ഡേയ്സിൽ അതിനോടൊപ്പം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓരോ ദിവസവും നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു അനുഭവമായിരിക്കും. അത് എനിക്ക് ഉറപ്പ് തരാൻ പറ്റും. ക്ലിയർ? 21 എന്ന് കൂടെ വെക്കണം കേട്ടോ, എന്നാലാണ് നമുക്ക് നിങ്ങളെ മനസ്സിലാവുള്ളൂ. ഒരുപാട് മെസ്സേജ് ആ നമ്പറിലോട്ട് വരുന്നതാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ആക്ഷൻ എടുത്തു. ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, കുറച്ചു നേരം നിങ്ങളുടെ സമയം ഇൻവെസ്റ്റ് ചെയ്തു, നിങ്ങളുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്തു, നിങ്ങൾ ആക്ഷൻ എടുത്തു, ഇവിടെ ടൈപ്പ് ചെയ്തിട്ടോ എഴുതിയിട്ടൊക്കെ ആക്ഷൻ എടുത്തു. ഇത്രയും സമയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? ഹോപ്പാണോ? ഹോപ്പ് എന്ന് വെച്ചാൽ പ്രതീക്ഷ, എനിക്ക് ബെറ്റർ ആകാൻ പറ്റും, അല്ലെങ്കിൽ ഒരു സമാധാനം, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ്, അല്ല ഇപ്പോഴും ബ്ലാങ്ക് ആയിട്ട് തന്നെയാണോ നിൽക്കുന്നത്? അതല്ല, എനിക്ക് എന്താണ് ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നത്? പീസ്. ഓക്കെ സന, കൺഗ്രാറ്റുലേഷൻസ്. എന്താണ് ഇപ്പൊ നിങ്ങളുടെ ഒരു ഫീലിങ്സ്? ടൈപ്പ് ചെയ്യാട്ടോ, അതൊക്കെ ബ്രെയിനെ നമ്മൾ അലേർട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇല്ല മാം, ഒരു പ്രതീക്ഷയും ഇല്ലാന്ന്. നമ്മൾ ആരെയും പ്രതീക്ഷിക്കരുത്, നമുക്കേ മാറാൻ പറ്റുള്ളൂ.
ഒരാളെയും കാത്തിരുന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് മാത്രമേ മാറാൻ പറ്റുള്ളൂ. അത് കുറച്ച് പെയിൻ ആണ്. ഓക്കെ, യെസ്, അത് റിയലൈസേഷൻ ആണ്. നമ്മളിപ്പോ മനസ്സിലാക്കുന്നുണ്ടല്ലോ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴും അവിടെ തന്നെയാണല്ലോ എന്നുള്ളത്. അതൊക്കെ റിയലൈസേഷൻ ആണ് കേട്ടോ. പോസിറ്റീവായി തോന്നി. ഓക്കെ, എല്ലാവർക്കും പോസിറ്റീവായിട്ട് തോന്നിക്കോളണമെന്നൊന്നുമില്ല. എനിക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ പറ്റും. യെസ്, ബ്രെയിന് നിങ്ങളോട് എന്താണ് പറയുന്നത് അതാണ് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബ്രെയിന് നിങ്ങളോട് പറയുന്നത് ക്ലിയർ. അപ്പൊ നമുക്കൊരു ഹോപ്പില്ല എങ്കിൽ അത്രയും മോശമായിട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പോഴും നമ്മൾ എന്നുള്ളതാണ് യഥാർത്ഥം. ഒരു ഹോപ്പ് നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് ആക്ഷൻസ് എടുത്ത് ബ്രെയിനെ ആ ഒരു ടെൻഡൻസി പഠിപ്പിക്കുക. വിഷമിക്കാൻ മാത്രമല്ല, അതിന് കുറച്ച് ഹാപ്പിനെസ്സും കൂടെ നമ്മൾ കോൺഷ്യസ് ആയി അറിഞ്ഞുകൊണ്ട് തന്നെ കൊടുക്കുക. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഒരു ഗ്ലാസ് ചായ കുടിക്കുമ്പോൾ സന്തോഷം എന്ന് പറയുന്നത് വലിയ സംഭവമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. ഒറ്റയ്ക്ക് ഇരുന്ന് എനിക്ക് വേണ്ടി ദാഹിക്കുമ്പോൾ ഒരു ഗ്ലാസ് ചായ കുടിക്കുന്നുണ്ട് എങ്കിൽ അത് എൻ്റെ ഒരു ഹാപ്പിനെസ് ആണ്. ഈ ബ്രേക്ക് ആയിട്ടുള്ള മൊമെന്റിൽ എന്ന് വെച്ചാൽ നമുക്കൊന്നും പ്രസന്റിൽ തോന്നൂല. ഇരിക്കുന്ന സമയത്തും കിടക്കുന്ന സമയത്തും ഒക്കെ പാസ്റ്റിലായിരിക്കും, അല്ലെങ്കിൽ ഫ്യൂച്ചറിലായിരിക്കും. പ്രസന്റ് എന്നുള്ള ഒരു കണ്ടീഷനേ കുറവായിരിക്കും അല്ലെ. അപ്പോ എനിക്ക് ഇത്രയാണ് നിങ്ങളോട് പറയാനുള്ളത്. ഞാനൊരു ഓപ്പർച്യൂണിറ്റി തരികയാണ്. അത് എപ്പോഴും എനിക്കിങ്ങനെ ഈ ഒരു സെഷൻ എടുക്കാൻ കഴിയില്ല. ഇതിന്റെ റെക്കോർഡിംഗ് സെഷൻ ഇനി ഗ്രൂപ്പിൽ ഇടാം, രാവിലെയുള്ള സെഷന്റെയോ ഈ സെഷന്റെയോ ഒക്കെ. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ആലോചിക്കുക, ഞാൻ ഇതിൽ നിന്നൊക്കെ റിക്കവർ ആയി കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസത്തെ കുറിച്ച് ആലോചിക്കുക. സോറി, ഞാൻ ഇതിൽ നിന്നൊക്കെ റിക്കവർ ആയിട്ടുള്ള ഒരു ദിവസത്തെ കുറിച്ച് നിങ്ങൾ മനസ്സിൽ ആലോചിക്കുക. ഇപ്പോഴുള്ള ഞാനേ അല്ല, എനിക്ക് എത്താൻ പറ്റുന്ന ഒരു ദിവസത്തിലോട്ട് എത്തിയിട്ടുണ്ട്. അന്നുള്ള എൻ്റെ അവസ്ഥകൾ, എൻ്റെ കൂടെയുള്ള ആളുകൾ, എൻ്റെ ജീവിത ശൈലികൾ, എൻ്റെ മുഖത്ത് എന്താണുള്ളത്, ഞാൻ പോകുന്നത് എങ്ങനെയാണ്, ഏത് വണ്ടിയിലാണ് ഞാൻ പോകുന്നത്, എനിക്ക് ചുറ്റും ആരൊക്കെയാണ് ഉള്ളത്, ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ടുള്ള ഒരു ദിവസത്തെ കുറിച്ച് ആലോചിക്കുക. അങ്ങനെ ഒരു ദിവസം നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നില്ല എന്നാൽ അത്രയും നിങ്ങൾ ഭയങ്കര മോശമായിട്ടുള്ള അവസ്ഥയിൽ എന്നാണ് അർത്ഥം. നമുക്ക് അങ്ങനെ എവിടെയോ സ്വപ്നം പോലും നമുക്ക് അങ്ങനെ ഒരു ദിവസം കാണാൻ നമ്മളെ ബ്രെയിൻ അനുവദിക്കുന്നില്ല എങ്കിൽ അത്രയും മോശമായിട്ടുള്ള അവസ്ഥ എന്നാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഹെൽപ്പ് എടുക്കണം. എന്റെ ഹെൽപ്പ് തന്നെ വേണമെന്നില്ല. ചത്തുപോയിട്ട് ഒരു കാര്യമില്ല മുബഷിറ. ഒരിക്കൽ നമ്മൾ സ്നേഹിച്ചതിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു ഹോപ്പ് കൊടുത്തതിന്റെ പേരിലാണ് ഇപ്പോഴും നമ്മളിങ്ങനെ വേദനിച്ചുകൊണ്ടിരിക്കുന്നത്. 5% സ്നേഹത്തിന് വേണ്ടി 95% ഇപ്പൊ വേദനിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ ആ ഒരു സർക്കിളിൽ കിടക്കുമ്പോൾ നമുക്ക് ഹോപ്പ് ഒന്നും തോന്നില്ല. പക്ഷെ വിത്തിൻ നിങ്ങളോട് ഞാൻ ചലഞ്ച് ചെയ്യാണ്, നിങ്ങൾ സെഷനിൽ വന്നിട്ട് ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഫുൾ പേയ്മെന്റ് ഞാൻ തിരിച്ചു തരും. കാരണം ഇത് എൻ്റെ ഒരു ആവശ്യം കൂടിയാണ്. കുറച്ചു പേരെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കണം, അവർക്കൊരു പുതുജീവൻ കൊടുക്കണം എന്നാണ് ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടി. ഓക്കെ, അപ്പോ ഓക്കെ, അപ്പോ നമ്മള് എന്തോ ആയിക്കോട്ടെ, നമ്മൾ ബെറ്റർ ആവാൻ പോവാണ്, ബെസ്റ്റ് ആവാൻ പോവാണ്, ബെറ്റർ ആവാൻ പോവാണ്, ബെസ്റ്റ് ആവാൻ പോവാണ്, ബെസ്റ്റ് ആവാൻ പോവാണ്, ബെസ്റ്റ് ആവാൻ പോവാണ്, ബെസ്റ്റ് ആവാൻ പോവുകയാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡേ കാണാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഹെൽപ്പ് എടുക്കുക. എന്റെ ഹെൽപ്പ് തന്നെ എടുക്കണമെന്നില്ല, എന്റെ ഹെൽപ്പ് എടുക്കുകയേ വേണമെന്നില്ല. നിങ്ങളൊരു നല്ല ലിസണറെയോ അല്ലെങ്കിൽ നിങ്ങളൊരു ഈവൻ ഒരു സൈക്കോളജി ഹെൽപ്പ് ആണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ആരോടെങ്കിലും കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് സംസാരിച്ചിട്ട് കുറച്ച് ഭാരം ഇറക്കി വെക്കൂ തലയിൽ നിന്ന്, മനസ്സിൽ നിന്ന്. അത് ഇറക്കി വെച്ചില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും അനുഭവിക്കുന്ന, നിങ്ങൾ അറിയാതെ അനുഭവിക്കുന്ന ഒരുപാട് സുഖ സന്തോഷമൊക്കെ ഉണ്ട്, അത് നഷ്ടപ്പെടും. ആരോഗ്യം നഷ്ടപ്പെടും, ചിന്താശേഷി ഒരുപാട് മോശമാവും. ഞാൻ എൻ്റെ കരിയർ ലൈഫിൽ നിന്നാണ് ഞാൻ എടുത്തു പറയുന്നത്. അത്രമേൽ മോശമായിട്ടുള്ള ആളുകളെ ഞാൻ ഇപ്പോഴും കാണുന്നുണ്ട്. നിങ്ങളുടെ സമയം വൈകിയിട്ടില്ല. ക്ലിയർ? ഇതൊരു റിയലൈസേഷൻ ആണ്. പുറത്ത് പറയുമ്പോ പറയണ്ടല്ലോ. ഓക്കെ മുബഷിറ, ഇറ്റ്സ് ഓക്കെ, നോ ഇഷ്യൂ. അതിനൊക്കെ വിഷയങ്ങൾ അതൊക്കെ നമുക്ക് ശരിയാക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ ഒരാള് നമ്മൾ മിസ്ബിഹേവ് ചെയ്തു എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ മരിക്കേണ്ട ആളുകളൊന്നുമല്ല. മുബഷിറേനായിട്ട് കണക്ട് ചെയ്യും, ഞാൻ സംസാരിക്കാം കേട്ടോ.
ഓക്കെ. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കുറേ ആളുകളുണ്ട്. നമുക്ക് കുറച്ച് പേരെയും കൂടെ കൊണ്ടുവരണം എന്നും കൂടെ. ആർക്കെങ്കിലും എഫക്റ്റീവ് ആയിട്ട് ഈ സെഷൻ തോന്നിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ വന്നിട്ട് നല്ല കമന്റ്സ് എഴുതുകയോ ടൈപ്പ് ചെയ്യുകയോ ചെയ്യാം. ഇതെല്ലാം ഇനി റിവീൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ എൻ്റെ പേഴ്സണൽ നമ്പറിലോട്ടോ ഓഫീസ് നമ്പറിലോട്ടോ നിങ്ങൾക്ക് ഈ സെഷന്റെയും നിങ്ങൾ എടുത്ത തീരുമാനത്തിന്റെയും ഒരു വോയിസ് നോട്ടോ ടെക്സ്റ്റോ അയക്കാം. നമ്മളത് ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും. ഒരു പിടിവള്ളി കിട്ടാതിരിക്കുന്നവരാണ് അതിലുള്ള പലരും. മനസ്സിലാവുന്നുണ്ടോ? പലർക്കും സെഷനിൽ അറ്റൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ ആളുകളെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നോട് ഇന്നലെ ഒരു കുട്ടി വിളിച്ചു ചോദിച്ചതെന്നറിയോ, മിസ്സേ എന്നോടൊന്ന് സംസാരിക്കുമോ, ഞാൻ ഹോസ്പിറ്റലിലാണ് കിടക്കുന്നത്, 3 ദിവസമായിട്ട് ഞാൻ ഗ്ലൂക്കോസിലാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്, എനിക്ക് ഇവിടുന്ന് നീക്കാൻ പോലും പറ്റില്ല, നാളേക്ക് വെച്ചാൽ ചിലപ്പോൾ ഞാൻ ഹയാത്തിൽ ഉണ്ടാവില്ല. അതൊരു ആൺകുട്ടിയാണ് വിളിച്ച് കരയുന്നത്. എനിക്ക് ഈ റീൽ ഇടുമ്പോൾ എനിക്ക് അറിഞ്ഞിരുന്നില്ല ഇത്രയും വലിയ ദുരന്തങ്ങൾ ഇന്ന് നമ്മൾ അനുഭവിക്കുന്നുണ്ട്, ഇത്രമാത്രം ഇന്ന്. അപ്പോൾ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് വരെ എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ട് എങ്കിൽ നമുക്ക് നമ്മളെ ഗ്രൂപ്പിൽ നിന്ന് കുറച്ച് പേരെയും കൂടെ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ അവർക്കും കൂടെ നമ്മളുടെ ഈ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഈ ഒരു ജേണിയിൽ അവരെയും കൂടെ നിങ്ങൾക്കും എനിക്കൊക്കെ കൂടി ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ. നമ്മളെല്ലാവരും നമ്മളുടെ ഞാൻ പേര് പറയുന്നില്ല, നമ്മുടെ ചാറ്റ് ബോക്സിൽ ഒരു കുട്ടിയുണ്ട്, അവരുടെ വിഷമം പറയുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും അവരെ ബ്ലെസ് ചെയ്യുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓക്കെ. എല്ലാവരും ഓരോ വിഷമത്തിലല്ലേ ഉള്ളത്. അപ്പോൾ അവരെയും കൂടെ ഒന്ന് ചേർത്ത് നിർത്തുക, അവർക്കും ഒരു കരുത്ത് കൊടുക്കുക. ഓക്കെ. എനിവേ, ഓൾ ദി വെരി ബെസ്റ്റ് മൈ ഡിയേഴ്സ്. നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തയ്യാറാവുക. എത്രയും പെട്ടെന്ന് എൻ്റെ നമ്പറിലോട്ട് നിങ്ങളുടെ പേരും 21 എന്ന് മെസ്സേജ് അയക്കുക. സെഷൻ 1-ാം തീയതി അല്ലെങ്കിൽ 3-ാം തീയതി എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. മിക്കവാറും 1-ാം തീയതി ആയിരിക്കും. എനിക്ക് ചെറിയൊരു ടൈമിന്റെ ഒരു ഇതുണ്ട്. അല്ലെങ്കിൽ 2-ാം തീയതിയോ 3-ാം തീയതിയോ അതിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾക്ക് ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാന്നല്ല, ഓവർകം ചെയ്തിട്ട് പുതിയ ഒരു ഞാനായിട്ട് മുന്നോട്ട് വരണം. അതെന്ത് അവസ്ഥയാണെങ്കിലും. ഓക്കെ അല്ലേ? നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലേ? ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലേ? നമ്മളെല്ലാവർക്കും ഒരുമിച്ച് ഈ ജേണിയിൽ മുന്നോട്ട് പോകാം. ഓക്കെ. ഓൾ ദി വെരി ബെസ്റ്റ്. യെസ്, തീർച്ചയായിട്ടും. ഞാൻ പേര് പറയുന്നില്ല. നമ്മുടെ ചാറ്റ് ബോക്സിൽ ആ കുട്ടിയോട് ഞാൻ പറയാണ്, ഡോണ്ട് വെറി, വി ആർ വിത്ത് യു. ഓക്കെ. ലവ് യു സോ മച്ച്. ഈ ലോകത്ത് ആര് നിന്നെ സ്നേഹിക്കാനില്ല എന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കാനുണ്ട്. ഞാൻ നിന്നെ കണ്ടിട്ടില്ല, നീ എന്നെയും കണ്ടിട്ടില്ല. പക്ഷെ നീ ഹാപ്പി ആയിട്ടിരിക്കണം, നീ സക്സസ്ഫുൾ ആയിട്ട് ഇരിക്കണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി നീ ആക്ഷൻ എടുക്കില്ലേ? എന്നെ കാണാൻ പറ്റൂ കേട്ടോ. എന്റെ നമ്പറിൽ കണക്ട് ചെയ്താൽ മതി. ഇവിടെ കൺസൾട്ടേഷൻ ഓഫീസിലോട്ട് വരാം നിങ്ങൾക്ക്. ഓക്കെ. യെസ്. അപ്പൊ നമ്മൾ ഈ ജേണി സ്റ്റാർട്ട് ചെയ്യണം. ഓൾ ദി വെരി ബെസ്റ്റ്. എന്റെ വാക്കുകൾ കൊണ്ട് പ്രവർത്തികൾ കൊണ്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു വാക്ക് നിങ്ങൾക്ക് പ്രയാസമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. പ്ലീസ് ഫോർഗീവ് മീ. ഐ താങ്ക് യു. ഐ ലവ് യു. ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ഇപ്പോൾ. കാരണം ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളെ സക്സസും നിങ്ങളെ ഹാപ്പിനെസ്സും ആണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്. നമുക്ക് അടിച്ചു പൊളിക്കണം. നമുക്ക് ഇത് എന്താ പറയാ, നമ്മളുടെ എല്ലാ വിഷയങ്ങളും നമുക്ക് ഓവർകം ചെയ്യണം. ഇനി നിങ്ങൾ എന്നോടൊന്ന് ലവ് യു പറഞ്ഞ, യെസ് സന, ലവ് യു സോ മച്ച്. എല്ലാവരും തിരിച്ച് എന്നോട് ഒരു ലവ് യു പറഞ്ഞ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, അതുപോലെ എല്ലാവരും തിരിച്ച് എന്നോട് ലവ് യു പറയാം. ലവ് യു റെമിസ. എല്ലാവരും ലവ് യു പറയാം. ഞാൻ ചോദിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് എന്താ തന്നാല്. താങ്ക് യു മുഹമ്മദ് അൽത്താഫ്. Okay, yes, great. Thank you so much. Thank you so much. Okay. അപ്പൊ ലവ് എന്നുള്ള ഒരു ഭാഷ മാറിയില്ലേ ഇപ്പൊ? ലവ് എന്ന് പറയുമ്പോൾ ആ പ്രിയപ്പെട്ട ഒരാൾക്ക് എന്നുള്ളതല്ല. നമ്മളെ സ്നേഹിക്കുന്ന ഈ ലോകത്തിന്റെ പല ഭാഗത്തുള്ള ആളുകളുണ്ട്. അവരെയൊക്കെ നമ്മൾക്ക് സ്നേഹിക്കാൻ പറ്റും. ഓൾ ദി വെരി ബെസ്റ്റ്. എനിക്ക് 10 മണിക്കൊരു സെഷൻ ഉണ്ട്, അവരിങ്ങനെ വെയിറ്റ് ചെയ്ത് വിളിക്കുന്നുണ്ട്. എനിവേ, താങ്ക് യു സോ മച്ച്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യേണ്ടത് ഗ്രൂപ്പിൽ വന്നിട്ട് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾ എടുത്ത തീരുമാനമാണ് അറിയിക്കേണ്ടത്. നിങ്ങളുടെ തീരുമാനങ്ങൾ കൂടി. ഓക്കെ. മുഹമ്മദ് അൽത്താഫിന് എന്തെങ്കിലും പറയാനുണ്ടോ? പറയൂ. ഞാൻ റെക്കോർഡിങ് ഫീഡ്ബാക്ക് ആട്ടെ.